അവര് വായിക്കട്ടെ, ബാക്കി മറ്റു വേണം വയ്ക്കാം, നോക്കാം. അപ്പൊ ഒരു ജസ്റ്റ് ഹാഫ് വായിക്കട്ടെ അല്ലേ? വായിക്കട്ടെ അവര്. ശാരദാ ലക്ഷ്മിനാരായണ വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാം ഭരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശ്രീ മഹാഗണപതയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു സദാ. ശ്രീ മഹാസരസ്വത്യേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. മാമി, രാമമൂർത്തി മാമി ഓഫ് ചെയ്യോ, മ്യൂട്ട് ചെയ്യോ? രാമമൂർത്തി മാമി മ്യൂട്ട് ചെയ്യോ മാമി? തസ്മൈ ശ്രീ ഗുരവേ നമഃ. അല്ല, ഓപ്പനാണ്. മാമിയൊപ്പം വായിക്കണത് കേൾക്കുന്നുണ്ട്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ മ്യൂട്ടാക്കോ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മ ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ. നിർവിഘ്നേനൈവ കർത്തവ്യാ ദാസോഹം തവ കേശവ. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ. ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. അഥ തൃതീയ സ്കന്ധ. 48 മുതലല്ലേ വായിക്കണ്ടേ? 48 വായിക്കണം. ഓക്കെ. ഒരു 3 ശ്ലോകം 4 ശ്ലോകം ഉണ്ട് അവിടെ. അത് എത്ര വരെ വായിക്കണം? അത് കഴിഞ്ഞ് 12 വരെ വായിക്കും. ശരി. തൃതീയ സ്കന്ധ ദശമോധ്യായ. ശൗനക ഉവാച. യദാഹനോ ഭവാൻ സൂത ക്ഷത്വാ ഭാഗവതോത്തമഃ ചചാര തീർത്ഥാനി ഭുവസ്ത്യക്ത്വാ ബന്ധൂൻ സുദുസ്ത്യജാൻ. പുത്രകൗശാരവേസ്തസ്യ സംവാദോധ്യാത്മസംശ്രിതഃ. യദ്വാസ ഭഗവാൻ തസ്മൈ പൃഷ്ടസ്തത്വമുവാചഃ. ബ്രൂഹിനസ്തദിദം സൗമ്യ വിദുരസ്യ വിചേഷ്ടിതം. ബന്ധുത്യാഗനിമിത്തം ച തഥൈവ ആഗതവാൻ പുനഃ. സൂത ഉവാച. രാജ്ഞാ പരീക്ഷിതാ പൃഷ്ടോ യദവോചൻ മഹാമുനിഃ. തദ്വോഭിധാസ്യേ ശൃണുത രാജ്ഞ പ്രശ്നാനുസാരതഃ. ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ പുരുഷ സംസ്ഥാനവർണ്ണനം നാമ ദശമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തോയം ദ്വിതീയ സ്കന്ധഃ. അഥ തൃതീയ സ്കന്ധ പ്രഥമോധ്യായ. ശ്രീശുക ഉവാച. ഏവമേതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ക്ഷത്രാവനം പ്രവിഷ്ടേന ത്യക്ത്വാ സ്വഗൃഹമധിമത്. യദ്വാ അയം മന്ത്രകൃത്വോ ഭഗവാൻ അഖിലേശ്വര പൗരവേന്ദ്രഗൃഹം ഹിത്വാ പ്രവിവേശാത്മസാത്കൃതം. രാജോവാച. പുത്രക്ഷത്തുർഭഗവതാ മൈത്രേയേണാസ്ത സംഗമ കഥാ വാസക സംവാദ ഏതദ്വർണ്ണേന പ്രഭോ. നഹ്യൽപാർത്ഥോദയസ്തസ്യ വിതുരസ്യാമലാത്മന തസ്മിൻ വരീയസി പ്രശ്ന സാധുവാദോപബൃംഹിതഃ. സൂത ഉവാച. സ ഏവം ഋഷിവർയോയം പൃഷ്ടോ രാജ്ഞാ പരീക്ഷിത പ്രത്യാഹതം സുബഹുവത് പ്രീതാത്മാ ശൂയതാമിതി. ശ്രീശുക ഉവാച. യഥാ തു രാജാ സ്വസുതാന സാധൂൻ പുഷ്ണന്ന ധർമ്മേണ വിനഷ്ടദൃഷ്ടിഃ ഭ്രാതുര്യവിഷ്ഠസ്യ സുതാൻ വിബന്ധൂൻ പ്രവേശ്യ ലാക്ഷാഭവനെ ദദാഹ. യഥാ സഭായാം ഗുരുദേവദേവ്യാഃ കേശാഭിമർശം സുതകർമ്മഗർഹ്യം ന വാരയാമാസ നൃപസ്നുഷായാഃ സ്വാശ്രയഹരന്ത്യാ കുജകുങ്കുമാനി. യൂതേ ത്വധർമ്മേണ ജിതസ്യ സാധോഃ സത്യാവലംബസ്യ വനാകുലസ്യ ന യാചതോദാസമയേന ദായം തമോജുഷാണോ യദജാതശത്രോഃ. യദാ ച പാർത്ഥ പ്രഹിതസഭായാം ജഗദ്ഗുരുര്യാനി ജഗാദ കൃഷ്ണഃ നദാനി പുംസാമൃതായനാനി രാജോരുമേനേ ക്ഷതപുണ്യലേശഃ. യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ട കില പൂർവജേന അഥാഗതൻ മന്ത്രദൃശാം വരീയാൻ യന്മന്ത്രിണോ വൈദുരികം വദന്തി. അജാതശത്രോഃ പ്രതിയച്ഛദായം തിദിക്ഷതോ ദുർവിഷഹം തവാഗഃ. സഹാനുജോ യത്ര വൃഗോദരാഹിഃ ശ്വസൻ ഋഷായ ത്വമലം ഭിവേഷി
पार्थांस्तु देवो भगवान् मुकुन्दो गृहीतवान् सक्षिति देवदेवः आस्ते स्वपुर्यां यदु देवदेवो विनर्जिताशेष नृदेवदेवः हरये नमः നന്നായി വായിക്കുന്നത്. हरि ओम् ഹരിയോം ടീച്ചർ, അവിടെ നിങ്ങളിപ്പോ ജാനകി ടീച്ചർക്ക് അപ്പുറമാ ചാൻസ് കൊടുക്കാം അല്ലേ? അവർ മൂർത്തി ടീച്ചറുടെ വീട്ടില് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ അപ്പൊ നിങ്ങളുടെ ക്ലാസ് ലാസ്റ്റ് കൊടുക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ ദ്വിതീയ സ്കന്ധത്തില് അവിടെ ശുഗമഹർഷി പറഞ്ഞു നിർത്തുന്നത് പാത്മകൽപ്പം ഇനി ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മകൽപ്പം ഞാൻ കുറച്ച് പറഞ്ഞു തന്നു. ഇനി പാത്മകൽപ്പത്തെ കുറിച്ച് പറഞ്ഞു തരാം. അതിൽ തന്നെ കാലത്തിന്റെ പരിമാണങ്ങളും ലക്ഷണങ്ങളും അതിന്റെ സ്വരൂപങ്ങളും ഒക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയത്. അപ്പോ ശുഗമഹർഷി ശുഗമഹർഷി കരുതിയിരിക്കുന്നത്, ചിന്തിച്ചിരിക്കുന്നത് വിദുര മൈത്രേയ സംവാദത്തിൽ കൂടി ആ പാത്മകൽപ്പം അതിനെക്കുറിച്ച് പറയാം. കാലത്തിന്റെ പരിമാണമൊക്കെ അതിലാണ് വരുന്നുണ്ട്. അപ്പൊ വിദുര മൈത്രേയ സംവാദത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാം എന്ന് ശുഗമഹർഷി കരുതിയിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചാണ് ഇപ്പൊ ഇവിടെ വിദുരര്, അപ്പൊ അതിനുവേണ്ടി വിദുരര് ഹസ്തിനപുരത്തിൽ നിന്നും പോകണം അല്ലെ. ഹസ്തിനപുരത്ത് നിന്ന് വിട്ടുപോയി ആ മൈത്രേയ മഹർഷിയെ എവിടെ വെച്ചിട്ടാണ് കാണുന്നത്, എപ്പോഴാണ് കാണുന്നത് എന്നുള്ളതൊക്കെ അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തൃതീയ സ്കന്ധം തുടങ്ങിയിരിക്കുന്നു. 5 അധ്യായങ്ങളായിട്ടാണ് അത് കാണിക്കേണ്ടത്. 5 അധ്യായങ്ങൾ കഴിയുമ്പോഴാണ് വിദുരര് ആ മൈത്രേയനെ കണ്ടുമുട്ടുന്നത്. 5 അധ്യായങ്ങളിലായിട്ട് യാത്ര പറയുന്നത്, വിദുരരുടെ യാത്ര പറയുന്നത്. അങ്ങനെ വിദുരര് അങ്ങനെ പോകുന്നു, ഹസ്തിനപുരം വിട്ട് പോകുന്നു. ഹസ്തിനപുരം ധൃതരാഷ്ട്രരുടെ ആ മക്കളോടുള്ള എന്താ പറയാ, മക്കൾക്ക് അധീനമായിട്ട് ഇരിക്കണു ധൃതരാഷ്ട്രൻ. മക്കളെ നിയന്ത്രിക്കുന്നില്ല. മക്കളെ നിയന്ത്രിക്കാത്തത് കണ്ടപ്പോൾ വിദുരർക്കും ജ്യേഷ്ഠനെ ധൃതരാഷ്ട്രൻ ഒക്കെ ഉപദേശിച്ചു നോക്കി. പക്ഷെ അദ്ദേഹത്തിന് എന്തോ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു ബലഹീനത. മക്കളോട് കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും സാധിക്കുന്നില്ല, മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് കണ്ട് അദ്ദേഹം അത് കേട്ടോണ്ട് ദുര്യോധനൻ വരുന്നു. അപ്പൊ ദുര്യോധനൻ അവിടുന്ന് ആ ചെറിയച്ഛനാണ് ചെറിയച്ഛനെ അവിടെ നിന്ന് പുറത്താക്കുന്നു, നാട്ടിലും പുറത്താക്കുന്നു. അപ്പൊ വിദുരരും കരുതി നന്നായി, എന്തായാലും ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് കരുതി വിദുരർ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഓരോ ക്ഷേത്രം ഇനിയുള്ള കാലം ആ ഭഗവാനെ സേവിച്ചുകൊണ്ട്, വിഷ്ണു ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കാം എന്ന് കരുതി അങ്ങനെ ഓരോ സ്ഥലങ്ങളും കടന്നു പോകുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അങ്ങനെ കുറെ എത്തിയപ്പോ അദ്ദേഹം മനസ്സിലായി യുദ്ധമൊക്കെ കഴിഞ്ഞു, മഹാഭാരത യുദ്ധം കഴിഞ്ഞു. അവിടെ കൗരവന്മാരും അവരൊക്കെ ദുര്യോധനാദികളൊക്കെ എല്ലാം നശിച്ചു പോയി. പക്ഷെ കുറച്ച് ദുഃഖം തോന്നി. എന്തായാലും സ്വന്തക്കാരെ ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷെ അതെല്ലാം ഈശ്വരന്റെ ഒരു മായ എന്ന് വിചാരിച്ച് അദ്ദേഹം അതൊക്കെ വിട്ട് പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ അദ്ദേഹം നടന്ന് അവിടെ എത്തി. അവിടെ കണ്ടു. തതസ്തു അതിവ്രജ സുരാഷ്ട്രം ഹൃദം സൗവീര മത്സ്യാൻ കുരുരാങ്കലാംശ കാലേന താവം യമുനാം ഉപേത്യ. അല്ലെ, കാലത്താൽ യമുനാ നദിയുടെ തീരത്തേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഉദ്ധവരെ കണ്ടത്. ഉദ്ധവരെ വിളിക്കാൻ പോകുന്നത്, ഉദ്ധവര് ആ ഭഗവാന്റെ ആ ഉപദേശങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം അല്ലെ, ഉദ്ധവര് കൂടെ പോവാൻ നിൽക്കുകയായിരുന്നു. ഭഗവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു, യാദവന്മാരൊക്കെ നശിച്ചു കഴിഞ്ഞു. ഇനി ഭഗവാന് സ്വധാമത്തിലേക്ക് പോകണം, അത്രേ വേണ്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് ഭഗവാൻ തീർച്ചയാക്കിയെന്ന് കണ്ടപ്പോൾ ഉദ്ധവര് പറഞ്ഞു, നീ അങ്ങില്ലാത്ത ലോകത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാനും വരും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ലോകത്തേക്ക് ഞാനും വരും, എന്നെയും കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് 11ാമത്തെ അവിടെ കാണുന്നുള്ളൂ. അവിടെ കാണണം നമുക്ക് അതൊക്കെ. അപ്പൊ പറയുന്നു, അപ്പൊ ഭഗവാൻ നീ ഇവിടെ തന്നെ ഇരിക്കണം, ആ ബദിരാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ആ ലോകത്തിന് വേണ്ടിയിട്ട് നീ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അവിടെ വെച്ചിട്ട് കുറെ സംശയങ്ങൾ അവിടെ ഉദ്ധവര് ചോദിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട്. ഭഗവാൻ അതിനെല്ലാം ഉത്തരം കൊടുത്തു കഴിഞ്ഞ് ആ ഭഗവാനെ വിട്ടുവരാൻ ആ രംഗം വളരെ മനസ്സിൽ നമുക്ക് തട്ടുന്ന തരത്തിലുള്ള രംഗമാണ് ആ ഭാഗം.
ഉദ്ധവർക്ക് ഭഗവാൻ തന്റെ പാദരക്ഷകൾ കൊടുത്ത്, പാദരക്ഷകൾ ഉണ്ടോന്നുള്ള അറിയാതെ പറയണു. അന്നത്തെ കാലത്തൊക്കെ പാദരക്ഷകൾ ഉപയോഗിക്കുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ പറയാൻ നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന്റെ പാദം തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, എന്റെ പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നീ ബദരിയാശ്രമത്തിലേക്ക് പോയിക്കോളൂ. പക്ഷെ അതൊരു ചിത്രീകരാകുമ്പോ പറയണു, ഭഗവാന്റെ പാദരക്ഷകൾ തലയിലും വെച്ചുകൊണ്ട് വരുന്ന ഉദ്ധവരെയാണ്, ഇവിടെ ബദരികാശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഉദ്ധവരെയാണ് ഇവിടെ വിതുരര് യമുനാ നദീ തീരത്ത് വെച്ചിട്ട് കണ്ടത്. അതാണ് നമുക്ക് ഇനി അവിടുന്ന് അവർ തമ്മിലുള്ള സംസാരം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ഉദ്ധവരെ കണ്ടപ്പോൾ വിതുരർക്ക് ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അവർക്കൊക്കെ സുഖാണോ എന്നുള്ളത്. അപ്പൊ അത് അറിയില്ല. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് അറിയാം അവരൊക്കെ പോയി കഴിഞ്ഞു എന്നുള്ളത് അറിയുന്നില്ല. അവർ ചോദ്യത്തിൽ നിന്ന് അറിയാം. അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണല്ലോ ഉദ്ധവര് ഭഗവാനും പോകുന്നതിന് ഇതിനു മുമ്പാണ് ഉദ്ധവർ അവിടുന്ന് ബദരികാശ്രമത്തിലേക്ക് യാത്രയാവുന്നത്. അതിനു മുമ്പ് തന്നെ എല്ലാവരും യാദവന്മാരൊക്കെ നശിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണുമ്പോ ഉദ്ധവർക്ക് അറിയില്ലയോ എന്നറിയില്ല. വിതുരർക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. വിതുരർ ചോദിക്കുന്ന അങ്ങനെയാണ്, ഉദ്ധവരോട് ശ്രീകൃഷ്ണന്റെ ആൾക്കാരെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് 9 ശ്ലോകങ്ങൾ 35 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു. സ വാസുദേവാനുജ 25ാമത്തെ ശ്ലോകം. സ വാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേഹേ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഢം പ്രണയേന ഭദ്രം സ്വാനാം അപൃച്ഛത് ഭഗവത് പ്രജാനാം. ആ ഉദ്ധവരെ കണ്ടപ്പോൾ ആരാണ് ഉദ്ധവര്? സ വാസുദേവാനുചരം പ്രശാന്തം, പ്രകർഷേണ ശാന്തമായിരിക്കുന്നവൻ, ചിത്തവൃത്തികളൊക്കെ അടങ്ങിയിരിക്കുന്ന, കാമക്രോധാദികളൊന്നും ഇല്ലാത്ത മനസ്സോടുകൂടിയിരിക്കുന്ന ആള്, പ്രശാന്തനായിരിക്കുന്നതും. വാസുദേവൻ ഭഗവാൻ ബൃഹസ്പതേഹേ പ്രാപ്തനയം എന്നാണ് പറയണത്. ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ഉദ്ധവര്. ആ ബൃഹസ്പതിയുടെ നിന്ന് എല്ലാ ഇതും പൂർവ ശിഷ്യൻ, അതിന് പ്രാപ്തനയം പ്രാപ്തനയം ചില പുസ്തകത്തിലുണ്ട്, താടഭേദമുണ്ട്. പൂർവ ശിഷ്യൻ. തനയം എന്ന് പറയുമ്പോ മകൻ എന്നാണ് അറിയാം, മുമ്പിലത്തെ മകൻ എന്ന് പറയും. ചില അന്നത്തെ കാലത്തൊക്കെ ഗുരുക്കന്മാർ തന്റെ ശിഷ്യന്മാരെ മക്കളെ പോലെയാണെന്നാണ് പറയണത്. അതുകൊണ്ട് പ്രാക്തനയം എന്ന് പറയുന്നത്. അത് സ്വന്തം മക്കളെ പോലെ തന്നെയായിട്ടാണ് ഗുരുക്കന്മാർ, അന്നത്തെ കാലത്ത് ഗുരുക്കന്മാരൊക്കെ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് പറയണു, എന്റെ പുസ്തകത്തിൽ പ്രാപ്തനയം തന്നെയാണ്, അതിന് പൂർവ്വ ശിഷ്യൻ എന്നുള്ള അർത്ഥത്തില്. ഇപ്പൊ ബൃഹസ്പതിയെ പ്രാപ്തനയം പ്രതീതം പ്രസിദ്ധിയോട് കൂടിയിരിക്കുന്നത്, വളരെ സുവിസ്തൃതനായിരിക്കുന്ന വളരെ കീർത്തിയോട് കൂടിയിരിക്കുന്നവനും ഭഗവാന്റെ അനുചരനും, ഭഗവാന്റെ സന്തത അനുചാരിയാണ് അല്ലെ, സദാസമയം ഭഗവാന്റെ കൂടെ നടക്കുന്നവനാണ് ഉദ്ധവര്. വസുദേവനും ആ അദ്ദേഹത്തെ കണ്ടപ്പോൾ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് പ്രണയേന ഗാഠം ആലിംഗ്യ, വളരെ ഗാഠമായിട്ട് ഉദ്ധവരെ ആലിംഗനം ചെയ്തിട്ട് ഭഗവത് പ്രജാനാം സ്വാനാം ഭദ്രം അപൃച്ഛത് എന്ന് പറയണം. ഭഗവാന്റെ പ്രജകള്, ഭഗവാന്റെ രക്ഷണയിൽ ഇരിക്കുന്ന ആൾക്കാര്, ഭഗവാൻ രക്ഷിക്കപ്പെടുന്നവർ, ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്നവർ, ഭഗവാൻ പ്രജാനാം. അതാരാണ്? സ്വാനാം, അത് തന്റെയും കൂടി ആൾക്കാരാണ്. ഭഗവാന്റെ ഭക്തന്മാർ തന്റെയും കൂടി ആൾക്കാരാണ്. അപ്പൊ സ്വാനാം, തന്റേതും കൂടി ആയിരിക്കുന്ന ആ ആൾക്കാരെ, ഭഗവാന്റെ പ്രജകളെ കുറിച്ചിട്ട് എന്താ ചോദിച്ചത്? ഭദ്രം തന്നെയല്ലേ, ക്ഷേമം തന്നെയല്ലേ, അവർക്കൊക്കെ അവരുടെ ക്ഷേമത്തെ കുറിച്ച് അന്വേഷിച്ചു. ക്ഷേമത്തെ കുറിച്ച് ഭദ്രം അപൃച്ഛത്, ക്ഷേമത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. വിതുരര് നന്നായി ആലിംഗനം, സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്തു കണ്ടപ്പോൾ ഉടനെ ആലിംഗനം ചെയ്തു കഴിഞ്ഞ ഉദ്ധവരോട് വിതുരര് ചോദിക്കുകയാണ് ഭഗവാൻ പ്രജകളുടെ ആൾക്കാരെ കുറിച്ച്, ഭഗവാന്റെ ആൾക്കാരെ കുറിച്ചിട്ട്, അതും തന്റെയും കൂടി ആൾക്കാരാണ്. ആ ആൾക്കാരെ കുറിച്ചിട്ട് അവരുടെ ക്ഷേമത്തെ കുറിച്ച് ചോദിക്കുന്നു. സ വാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേഹേ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വാനാം അപൃച്ഛത് ഭഗവത് പ്രജാനാം. ആദ്യം ഭഗവാനെയും കുറിച്ച് ശ്രീകൃഷ്ണനെയും ബലരാമനെയും കുറിച്ചിട്ട് ചോദിക്കുന്നു, രാമകൃഷ്ണന്മാരെ കുറിച്ച് ചോദിക്കുന്നു. ആദ്യം
കച്ച് പുരാണോ പുരുഷൗ സ്വനാഭ്യ ആത്മാനുവൃത്യേഹ കിലാവതീർണവോ ആസാദ ഉർവ്യാ കുശലം വിതായ കൃതക്ഷണോ കുശലം ശൂരഗേഹേ. കച്ചി പുരാണോ പുരുഷഹോ സ്വനാഭ്യ അവരെന്തിനാ അവിടെ അവതരിച്ചെന്ന് എടുക്കണം. എന്താണ്? സ്വനാഭ്യ പാത്മാനുവൃത്യ ഇഹ കില അവതീർണൗ പുരാണ പുരോ എന്നുള്ളതാണ്. അങ്ങനെ സ്വനാഭിയിൽ നിന്നും ഉണ്ടായ പദ്മം താമര, ആ താമരയിൽ സ്വനാഭിയിൽ നിന്നും ഉത്ഭവിച്ച താമരയിൽ ജനിച്ച ആ അനുവൃത്തി എന്ന് പറയാ, താമരയിൽ ജനിച്ച ആ ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം, ആ ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം ഇഹ ഈ ഭൂമിയിൽ അവതീർണവും അവതരിച്ചവരായിരിക്കുന്ന ആരാണ്? എല്ലാത്തിനും കാരണഭൂതന്മാരായിരിക്കുന്ന പുരാണവും പുരുഷവും ദ്വിവചനമാണ്. പുരാണവും പുരുഷവും ആ പുരാണ പുരുഷന്മാർ രാമകൃഷ്ണന്മാര് കച്ചിത് സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? കച്ചിത് സുഖം ആസ്തേ എന്ന് ചോദിക്കണത്, ആസാദെ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കണത്. അതിനോട് കൂടിയുണ്ട്. അപ്പൊ അവര് അവതരിച്ചത് എന്തിനാണ് അവതരിച്ചത്? ഉർവ്യ കുശലം വിധായ. ഉർവ്യ പറഞ്ഞ ഭൂമിയിൽ കുശലം വിധായ എല്ലാ ക്ഷേമങ്ങളെയും ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ക്ഷേമത്തെ വിധിച്ചിട്ട് വിധായ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിന് ആ ശൂരഗേഹെ വസുദേവരുടെ ഗൃഹത്തിൽ കുശലം സുഖമായിട്ട് കൃതക്ഷണവും എന്ന് പറഞ്ഞാല് അവർക്ക് തിരിച്ചു പോകാനുള്ള അവസരം, വിശ്രമ ജീവിതം എന്ന് പറയാം, അല്ലെങ്കിൽ എന്തു പറയണം, അവർക്ക് തിരിച്ച് സ്വധാമത്തിലേക്ക് പോകാനുള്ള അവസരവും ആ സമയവും കാത്ത് ഇനി അവർക്ക് ഇനി കഴിഞ്ഞു വന്ന ജോലിയെല്ലാം കഴിഞ്ഞു. എന്തിനാണ് ഇവിടെ അവതരിച്ചത്? ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം അവതരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളത്, ദുഷ്ടരാജാക്കന്മാരൊക്കെ വധിച്ച് ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കുക എന്നുള്ളത് അത് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി തിരിച്ചു പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സമയത്തെ കാത്തിട്ട്, അതിന് കൃതക്ഷണവും എന്ന് പറഞ്ഞത് ആ ക്ഷണത്തെ കാത്തുകൊണ്ട് സമയത്തെ നോക്കിക്കൊണ്ട് അവർ കച്ചിത് ആസാദെ അവർ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ, അവർ അവിടെ ഇരിക്കുന്നില്ലേ, ശൂരഗേഹത്തിൽ വസുദേവരുടെ ഗൃഹത്തിൽ ഇരിക്കുന്നില്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം, വിതുരരുടെ ഉദ്ധവർക്കുള്ള ചോദ്യം ആദ്യത്തെ. കച്ചി പുരാണോ പുരുഷൗ സ്വനാഭ്യ പാത്മാനുവൃത്യേഹ കിലാവതീർണൗ ആസാദ ഉർവ്യാ കുശലം വിത്തായ തദക്ഷണൗ കുശലം ശൂരഗേ. അടുത്തത് വസുദേവനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കച്ചിത് കുരുണാം പരമ സുഹൃന്നോ ഭാമ സ ആസ്തേ സുഖം അംഗ ശൗരിഹി വൈ പിതൃവദാദി വരാൻ വദാന്യോ വരതർപ്പണേനാം. അവിടെ ശൗരിയെ കുറിച്ചിട്ടാണ്. അംഗ ഉദ്ധവരെ വിളിക്കുകയാണ് വിതുരര് അംഗ. കച്ചി കുരുണാം പരമസുഹൃത്നഹ കുരുണാം പരമസുഹൃത്നഹ കൗരവന്മാരായിരിക്കുന്ന നഹ ഞങ്ങളുടെ പരമസുഹൃത്തായിരിക്കുന്ന കച്ചിത് നഹ പരമഹ സുഹൃത്ത് കൗരവന്മാരായിരിക്കുന്ന ഞങ്ങളുടെ പരമസുഹൃത്തായിരിക്കുന്ന സുഹൃത്തായിരിക്കുന്നതും ഭാമ എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. അവർക്ക് ഒരു കസിൻ ബ്രദർ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. പിന്നെ ഇവിടെ ഭാമ പറഞ്ഞ വളരെ പൂജനീയനായ എന്നുള്ള ബഹുമാന്യനായ ഒരർത്ഥമുണ്ട്. അപ്പൊ ആ ഭാമ ശൗരിഹി ആ വസുദേവര് അവിടെ സുഖം ആസ്തേ കച്ചിത് അവിടെ സുഖമായിട്ട് ദ്വാരകയിൽ ഇരിക്കുന്നില്ലേ ചോദിക്കണം. സുഖം ആസ്തേ കച്ചിത്. പിന്നെ അടുത്ത പിന്നത്തെ രണ്ട് ശ്ലോകം അദ്ദേഹത്തിന്റെ ഇത് പറയാണ്, അദ്ദേഹത്തിന്റെ മഹിമ പറയാണ്. അദ്ദേഹം യോ വൈ ഇദ്ദേഹമാണെങ്കിൽ സ്വസൃണാം പിതൃവദാദി വരാൻ വദാന്യോ വര തർപ്പണേന ഇദ്ദേഹം പോലെയാണ് ഈ വസുദേവര് തന്റെ അനിയത്തിമാരുടെ വരതർപ്പണന അനിയത്തിമാർക്കും അവരുടെ ഭർത്താക്കന്മാർക്കും വരതർപ്പണ പറഞ്ഞ അവരുടെ ഭർത്താക്കന്മാർക്കും എല്ലാം വരം കൊടുത്തോടെ എല്ലാ
അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അച്ഛനമ്മമാരാണല്ലേ സാധിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് പിതൃവത് എന്ന് ഉപമിച്ചത്. അത് അച്ഛനമ്മമാരെ പോലെ ആ തന്റെ അനിയത്തിമാരുടെയും അവരുടെ ഭർത്താക്കന്മാർക്കും എല്ലാം അവരുടെ ആവശ്യപ്രകാരം അവരുടെ അഭിഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം സുഖമായിട്ട് ഇരിക്കുന്നില്ലേ, സുഖമായിട്ട് ഇരിക്കുന്നില്ലേ നോക്കിയാണ്. വൈ എന്റെ കൊടുക്കാൻ പറഞ്ഞ വൈ എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധിയാണ് അത് കാണിക്കണോ. വൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യാതിരിക്കില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം വദാന്യനാണ്. വദാന്യം പറഞ്ഞാൽ അദ്ദേഹം ധാരാളം ദാനങ്ങൾ ചെയ്യാൻ വളരെ ദാനതൽപരനാണ് വസുദേവര്. അതുകൊണ്ട് വൈ പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. പ്രസിദ്ധിയെ കാണിക്കണം. വസുദേവരുടെ പ്രസിദ്ധിയാണ് വൈ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്തിരിക്കും എന്ന് പറയണം. കച്ചി കുരുണാം പരമസ്വർണോ ധാമ സാസ്തേ സുഖം അംഗശൗരിഹി യോ വൈ സ്വസൃണാം പിതൃവദാതി വരാൻ വദാന്യോ വരതർപ്പണേന. അടുത്തത് പ്രദ്യുമ്നനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കച്ചി വരൂധാധിപതിര്യദൂനാം പ്രദ്യുമ്ന ആസ്തേ സുഖം അംഗവീരഃ യം രുക്മിണീ ഭഗവതോഭിലേഭേ ആരാധ്യ വിപ്രാൺ സ്മരം ആദിസർഗേ. കച്ചി വരൂധാധിപതി യദൂനാം യദൂനാം വരൂധാധിപതി യാദവന്മാരുടെ എല്ലാം സൈനാധിപതനും വരൂധ സൈനാധിപൻ അവരുടെ അധിപതി. വരൂധം പറഞ്ഞ സൈന്യങ്ങളെ അവരുടെ അധിപതിയായിരിക്കുന്നവനും യാദവന്മാരുടെ യാദവന്മാരുടെ സൈന്യാധിപതിയും വീരനും ആയിരിക്കുന്ന പ്രദ്യുമ്നനും സുഖം ആസ്തേ കച്ചിത് സുഖമായിട്ട് ഇരിക്കുന്നില്ലേ നോക്കിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഇത് പറയാണ്, അദ്ദേഹത്തിന്റെ വിശേഷം പറയാണ്. യം അതായത് ഈ പ്രദ്യുമ്നൻ അദ്ദേഹം ആദിസർഗേ സ്മരം, മുമ്പിലത്തെ ജന്മത്തിൽ സ്മരണായിരുന്നു. സ്മരം എന്ന് പറഞ്ഞ കാമദേവൻ. അപ്പൊ ആദിസർഗേ മുമ്പിലത്തെ ജന്മത്തിൽ സ്മരനായിരുന്ന കാമദേവനായിരുന്ന ഇദ്ദേഹം ഈ പ്രദ്യുമ്നൻ ആ രുക്മിണി ദേവിക്ക് രുക്മിണി വിപ്രാൻ ആരാധ്യ ബ്രാഹ്മണന്മാരെ എല്ലാം ആരാധിച്ചതിന്റെ ഫലമായി രുക്മിണി ദേവി ബ്രാഹ്മണന്മാരെ എല്ലാവരെയും ആരാധിച്ചതിന്റെ ഫലമായി ഭഗവതഃ അഭിലേഭേ ഭഗവാനിൽ നിന്നും ലഭിച്ചതാണല്ലോ ഈ പ്രദ്യുമ്നൻ. അങ്ങനെയുള്ള പ്രദ്യുമ്നൻ സുഖമായിട്ട് അവിടെ ആ യാദവന്മാരുടെ സൈന്യാധിപത്യനും വീരനുമായിരിക്കുന്ന ആ പ്രദ്യുമ്നൻ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അങ്കാ എന്ന് ചോദിക്കുന്നു. കച്ചി വരൂ. അപ്പൊ അത് നമുക്ക് കാണാല്ലേ, നമുക്ക് ആ രുക്മിണി ഈ ഭാഗത്തിൽ നിന്ന് കാണുന്നുണ്ട്. ശമ്പരാസുരൻ കൊണ്ടുപോയിട്ടൊക്കെ ഉള്ള ഒരു കഥയുണ്ട്. വലിയ കഥയാണത്. നമുക്കത് തമ്പസ്കന്ധത്തിൽ കാണാം. രുക്മിണി അദ്ദേഹം കാമദേവനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാം. രുക്മിണി ദേവി പ്രസവിച്ചു കഴിയപ്പോഴേക്കും ശമ്പരാസുരൻ വന്ന് ആ പ്രസവ മുറിയിൽ നിന്ന് കൊണ്ടുപോകുന്നതും അതിനെ പോകുന്ന വഴിക്ക് കടലിൽ വീഴുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കഥ കാണുന്നതൊക്കെ. കച്ചി വരൂധിപതിര്യദൂനാം പ്രദ്യുമ്ന ആസ്തേ സുഖം അംഗവീരഃ യം രുക്മിണീ ഭഗവതോഭിലേപേ ആരാധ്യ വിപ്രാൻ സ്മരം ആദിസർഗേ. അടുത്തത് ഉഗ്രസേനനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കച്ചി സുഖം സാത്വത വൃഷ്ണി ഭോജ ദാശാഖാണാം അധിപഃ സ ആസ്തേ. ഇവിടെ പേര് പറഞ്ഞിട്ടില്ല. സ ആസ്തേ യം അഭ്യഷിഞ്ചത് ശതപത്ര നേത്രോ നിർഭാസനാശാം പരിഹൃത്യ ദൂരാത്. ആരാണ്? ഇത് ഉഗ്രസേനനാണ് ചോദിക്കുന്നത്. കച്ചി സുഖം ആരാണ്? സാത്വത വൃഷ്ണി ഭോജ ദാശാർഹകാണാം അധിപഃ സ. ആരാണ്? അതൊക്കെ സാത്വതന്മാരുടെയും വൃഷ്ണിമാരുടെയും ഭോജ, അതൊക്കെ അവരുടെ വംശത്തിലുള്ള പല പല ശാഖകളാണ് ഇതൊക്കെ. സാത്വന്മാര്, വൃഷ്ണിമാര്, ഭോജന്മാര്, ദാശാർഹകാണ്. എല്ലാവരും യാദവന്മാർ തന്നെയാണ്. വൃഷ്ണി വംശമാണ് എല്ലാവരും. ദാശാർഹകന്മാര് ഇവരുടെ എല്ലാം അധിപനായിരിക്കുന്ന ഉഗ്രസേനൻ. ആ ഉഗ്രസേനൻ സുഖം കച്ചിത് ആസ്തേ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ. അദ്ദേഹത്തിന്റെ ഇത് പറയുന്ന അടുത്തത്
യം അതായത് ഈ ഉഗ്രസേനൻ ആരാണ് ശതപത്ര നേത്ര അഭ്യസിച്ചത്. ആരാണ് ശതപത്ര നേത്രൻ? ശതപത്രൻ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാനാണ് താമരക്കണ്ണനാണ് ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തത്. എങ്ങനെ? നിർവാസനാശാം പരിഹൃത്യ ദൂരാത്. ശരിക്ക് ആ കംസനെ വധിച്ചു കഴിഞ്ഞ ശേഷം ശരിക്ക് കംസനെ വധിച്ച ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്. അപ്പൊ ശരിക്കുള്ള സിംഹാസനത്തിന്റെ അവകാശി ശ്രീകൃഷ്ണനാണ്. പക്ഷെ പക്ഷെ അതെല്ലാം വിട്ടിട്ട് അതാണ് നിർവാസന ആശാം, ആ രാജ്യസിംഹാസനത്തിനുള്ള ആഗ്രഹത്തെ അഭിലാഷത്തെ പരിഹൃത്യ ദൂരാത് പരിഹൃത്യ, അത് ദൂരത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് ഈ ഉഗ്രസേനനെ ഇതിൽ നിന്നെല്ലാം പരിഹൃത്യ അത് ഉപയോഗിച്ച് ഇതെല്ലാം മാറി നിന്നിരുന്ന, അങ്ങനെ എടുക്കണം, മാറി നിന്നിരുന്ന ഉഗ്രസേനനെ അഭിഷേകം ചെയ്തുവല്ലോ. അങ്ങനെയുള്ള ആ ഉഗ്രസേനൻ എല്ലാവരുടെയും മധ്യമനായിരിക്കുന്ന ആ ഉഗ്രസേനൻ സുഖമായിരിക്കുന്നില്ലേ? ഇവിടെ രണ്ടു തരത്തിൽ ഇതിന് മീനിങ് പറയാം. ഇത് ഇങ്ങനെ ഒരു ഭർത്താവിൽ പറയാം. വേറൊരു തരത്തിൽ എന്താ വെച്ച് പറയാം, ഇത് നിർവാസനാശാം പരിഹൃത്യ ദൂരാത്, അത് ഉഗ്രസേന പറയാം. ഇവിടെ ഇത് ഞാൻ ആദ്യം അത് ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞത്. നിർവാസനാശം പരിഹൃത്യ ദൂരാത് എന്ന് പറഞ്ഞത്. അപ്പൊ ഉഗ്രസേന വെച്ച് പറയുകയാണെങ്കിൽ ഉഗ്രസേനന് ഭയന്നിട്ട് ആ രാജ്യസിംഹാസനം നമ്മുടെ രാജാഭിലാഷമൊക്കെ ദൂരത്തേക്ക് മാറ്റി എറിഞ്ഞിട്ട് ദൂരത്തേക്ക് ഉപേക്ഷിച്ചിട്ട് എവിടെയോ ദൂരത്ത് പോയിരുന്നിരുന്ന ഉഗ്രസേനനെ ആര് ഭഗവാനാൽ അഭിഷേകം ചെയ്യപ്പെട്ടുവല്ലോ. ആ ഉഗ്രസേനൻ അങ്ങനെയും പറയാം. ഇതിന് രണ്ടു തരത്തിലും വ്യാഖ്യാനം ചെയ്യാം. അങ്ങനെയുള്ള ഉഗ്രസേനൻ സുഖമായിട്ടിരിക്കുന്നുവോ എന്ന് പറയാം. കച്ചി സുഖം സാത്വത വൃഷ്ണി ഭോജ ദാശാർഹകാണാം അധിപ ആസ്തേ യം അഭ്യഷിഞ്ച ശതപത്ര നേത്രോ പ്രവാസനാശാം പരിഹൃത്യ ദൂരാത്. കച്ചി ഹരേ, സാമ്പന്റെ കാര്യമാണ് പറയണത്. കച്ചിത് ഹരേഹേ സൗമ്യ സുത സദൃക്ഷ ആസ്തേ അഗ്രണീർ രഥിനാം സാധു സാംബഃ അസൂത യം ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം യോ അംബികയാ ധൃതോ അഗ്രേ. സാമ്പനെ കുറിച്ച് പറയണം. ആരാണ്? ഹരേഹേ, ഹരിയുടെ ഹരിയുടെ സുതൻ മകനായിരിക്കുന്നതും സദൃക്ഷ ഭഗവാനെ പോലെ ഇരിക്കുന്നവനും എന്നർത്ഥം. സദൃക്ഷ ഭഗവാനെ പോലെ ഇരിക്കുന്ന രഥിനാം അഗ്രണി, രഥികളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന രഥിനാം അഗ്രണി, രഥം ഓടിക്കുന്നവരിൽ രഥയുദ്ധം ചെയ്യുന്നവരിൽ അഗ്രണിയായിരിക്കുന്ന രഥിനാം അഗ്രണി ആയിരിക്കുന്ന ആ സാമ്പൻ സാധു ഹസ്തേ കച്ചിത്, നന്നായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പറയണു. അദ്ദേഹത്തിന് ഈ സാമ്പനെ അസൂത ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം യോ അംബികയാ ധൃതോ അഗ്രേ അംബികയാ ധൃത. ശ്രീ പാർവതിയാൽ ഇദ്ദേഹത്തിന്റെ മുമ്പിലത്തെ ജന്മം ആരാണ്? അഗ്രേ എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ ജന്മം. പൂർവജന്മം അംബികയാ ധൃതയെ, അംബികയാൽ ഗർഭം ധരിക്കപ്പെട്ട ആരാണ്? ദേവം ഗുഹം. ആരാണ്? ഗുഹൻ, സുബ്രഹ്മണ്യൻ. ദേവനായിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് ഇപ്പോൾ ജാംബവതി ജാംബവതി വ്രതനിഷ്ഠയോടുകൂടിയിരിക്കുന്ന ജാംബവതി ഈ സാമ്പനെ അസൂത പ്രസവിച്ചുവല്ലോ അവരാണ്. അപ്പൊ ആരാണ്? സാമ്പന്റെ പൂർവ്വജന്മന്മാരാണ്, സുബ്രഹ്മണ്യനാണ്. അപ്പൊ നമുക്ക് ഇവിടെ അത് മനസ്സിലാക്കി തരുന്നു. സാമ്പന്റെ പൂർവ്വജന്മ സാമ്പൻ സുബ്രഹ്മണ്യനായിരുന്നു, ഗുഹനായിരുന്നു. കച്ചി ഹരേ സൗമ്യ സുത സദൃക്ഷ ആസ്തേ അഗ്രണീ രഥിനാം സാധു സാംബഃ അസൂത യം ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം യോ അംബികയാ ധൃതോ അഗ്രേ. അടുത്ത് സാത്വികിയാണ് ചോദിക്കുന്നത്. ക്ഷേമം സ കച്ചി യുയുധാന ആസ്തേ ഫാൽഗുനാത് ലബ്ധ ധനൂരഹസ്യഃ ലേഭേ അഞ്ജസ അധോക്ഷജ സേവയ ഏവ ലേഭേ അഞ്ജസ അധോക്ഷജ സേവയൈവ ഗതിം തദീയാം യതിഭിർദുരാപാം. യുയുധാനം എന്ന് പറഞ്ഞാൽ സാത്വികി, ഭഗവാന്റെ ഒപ്പം നടക്കുന്ന ആള്, ഭഗവാന്റെ ഒരു ബോഡി ഗാർഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
എപ്പോഴും ഉണ്ടാവും ഭഗവാന്റെ കൂടെ സാത്വികി. അത് ഉഗ്രസേനൻ തന്നെ നിയമിച്ചിരിക്കുന്നതാണ്. സാത്വികിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ശ്രീകൃഷ്ണന്റെ കൂടെ എപ്പോഴും കാണണം. ശ്രീകൃഷ്ണന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തുകൊണ്ട്, ആവശ്യമില്ല പക്ഷെ എന്നാലും ഉഗ്രസേനൻ പറയണം. അതൊക്കെ രാജ്യത്തിന്റെ ഇതിരിക്കുമ്പോ മനുഷ്യരിക്കുമ്പോ പറയണം. അങ്ങനെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് ആ സാത്വികയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ തന്നെ ഇരിക്കണം കേട്ടോ എന്ന്. അങ്ങനെ ഉഗ്രസേനന്റെ ആജ്ഞപ്രകാരം എപ്പോഴും സാത്വികി ഭഗവാന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ആ സാത്വികി ആ സാധനം ക്ഷേമം സ കച്ചി യുധാന ആസ്തേ, അങ്ങനെയുള്ള ആ യുധാനൻ ക്ഷേമമായിട്ട് കച്ചിതാസ്തേ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ. അദ്ദേഹത്തിന്റെ ഇത് പറയണം. അദ്ദേഹം ആരാണ്? യഹ യാതൊരുവനുണ്ടോ ഈ സാത്വികി ഫാൽഗുനാത് ലബ്ധ ധനുരഹസ്യ. ആരെന്നാണ് അദ്ദേഹം ധനുരഹസ്യമെല്ലാം ആരെന്നാണ് ലഭിച്ചത്? ഫാൽഗുനാത് അർജുനനിൽ നിന്ന് എല്ലാ ധനുരഹസ്യങ്ങളും ലഭിച്ചവനാണല്ലോ സാത്വികി. അങ്ങനെയുള്ള സാത്വികി സുഖമായിട്ട് ഇരിക്കുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഇത് ദുരാപം യതിപിർ ദുരാപം. അങ്ങനെ സദാസമയം സാത്വികി ഭഗവാന്റെ കൂടെ തന്നെ സേവിച്ച് നടക്കുന്നതുകൊണ്ട് യതിഭിഹി ദുരാപം, യതിശ്രേഷ്ഠന്മാർക്ക് പോലും സാധിക്കാത്ത, അവർക്ക് പോലും ലഭിക്കാത്ത തദീയാം ഗതിയും ആ ഭഗവത് സാരൂപ്യം, ഭഗവാന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഭഗവാൻ തന്നെയായി തീർന്നു അദ്ദേഹവും. തദീയാം ഗതി, ആ ഭഗവാന്റെ സാരൂപ്യ ഗതിയെ അദോഷജ സേവയാ ഏവ, ഭഗവാന്റെ സേവയാൽ തന്നെ അഞ്ജസാ ലേഭേ, വളരെ പെട്ടെന്ന് തന്നെ ആർക്ക് ലഭിച്ചുവല്ലോ. അങ്ങനെയുള്ള ലഭിച്ചു വന്ന ആ സാത്വികി ഫാൽഗുനിൽ നിന്ന് ധനുരഹസ്യങ്ങളെല്ലാം ധനുർവിദ്യയെല്ലാം അഭ്യസിച്ചവനും ആയിരിക്കുന്ന ആ സാത്വികി സുഖമായിട്ടിരിക്കുന്നില്ലേ. ക്ഷേമം സ കച്ചി യുധാന ആസ്തേ യഹ ഫാൽഗുനാത് ലബ്ധധനുരഹസ്യഃ ലേഭേ അഞ്ജസ അധോക്ഷജ സേവയൈവ ഗതിം തദീയാം യതിഭിർ ദുരാപാം. അടുത്തത് ശഫൽക്കപുത്രനെ ചോദിക്കണം. ആരാണ് ശഫൽക്കപുത്രൻ? അക്രൂരരെ ചോദിക്കാണ്. കച്ചിത് ബുധ സ്വസ്തി അനമീവ ആസ്തേ ശഫൽക്കപുത്രോ ഭഗവത് പ്രപന്നഃ യഹ കൃഷ്ണപാദാങ്കിത മാർഗപാംസുഷു അചേഷ്ടത പ്രേമ വിഭിന്ന ധൈര്യഃ. ആരാണ്? ഭഗവത് പ്രപന്നഃ ശഫൽക്കപുത്രഃ, അനമീവനും ആയിരിക്കുന്ന അദ്ദേഹം, ബുധനും ആയിരിക്കുന്ന അദ്ദേഹം സുഖമായിട്ട് ആസ്തേ കച്ചിത് സ്വസ്തി ആസ്തേ കച്ചിത് സ്വസ്തിയായിട്ട് ഇരിക്കുന്നില്ലേ. എന്താണ്? ബുധൻ നല്ല വിദ്വാൻ, നല്ല ബുദ്ധിയുള്ളവർ, നല്ല വിദ്വാനായി ജ്ഞാനിയും. അനമീവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ പറയണം എന്താണ്? ദോഷരഹിതൻ, കളങ്കരഹിതൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന് ഒരു കളങ്കം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അത് തന്നെ സത്യഭാമ സത്രാജ്യത്തിന്റെ കഥയില് വരും. ശമന്തക മണി അല്ലെ, മണി ഇദ്ദേഹത്തിന്റെ കയ്യില് വന്നുപെട്ടു. അവനെ കുറച്ച് എല്ലാവരും സംശയിച്ചു. ആ കഥ കഥ മുഴുവൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. സത്രാജിത്തിന്റെ ആ ശമന്തക മണിയുടെ കഥ. അദ്ദേഹം അക്രൂരിന്റെ കയ്യിലാണ് അത് മണി ലാസ്റ്റിലെത്തിയത്. മാറി അക്രൂരിന്റെ കയ്യിൽ ലാസ്റ്റിലെത്തി. അക്രൂരിനെ അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കാരണം അക്രൂരിന് അതും കൊണ്ട് അവിടുന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നു. ദ്വാരകയിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നു. അങ്ങനെ ഭഗവാൻ തന്നെ ആ അക്രൂരിന്റെ കയ്യിലാണ് ഈ മണി ഇരിക്കണം. ആ കഥ വളരെ നമുക്ക് ആ ഭാഗം വരുമ്പോ അതൊക്കെ പഠിക്കും. അങ്ങനെയുള്ള അതാണ് അദ്ദേഹത്തിന് ഇവിടെ. പക്ഷെ ശരിക്കും അദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നുണ്ട് ആ ശമന്തകമണി. എല്ലാവരും ആ ഭഗവാന് ഒരു കളങ്കപ്പേരുണ്ട്. സത്രാജിത്ത് പറഞ്ഞുണ്ടാക്കും ഇതൊക്കെ കട്ടുകൊണ്ടുപോയത് ശ്രീകൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞുള്ള കഥയുണ്ട്. അപ്പൊ ആ പേര് ശ്രീകൃഷ്ണൻ തന്റെ പേരിൽ തനിക്ക് വന്ന ആ പേരുദോഷം കളയുവാൻ വേണ്ടിയിട്ടാണ് അക്രൂരിന്റെ കയ്യിൽ നിന്നും ആ മണിയെടുത്ത സഭയിൽ കാണിച്ചു കൊടുത്തത്. ആ മണി ഇവിടുത്തെ ഇന്നാളുടെ കയ്യിൽ തന്നെയായിട്ട് ഞാനല്ല കട്ടിയിരിക്കുന്നത് എന്നാൽ ആ കഥ മുഴുവൻ പിന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതാണ് കളങ്കരഹിതൻ എന്ന് പറയുന്നത്. ആക്ച്വലി അക്രൂരര് യാതൊരു കളങ്കവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൽ അങ്ങോട്ട് വന്നു പെട്ടുപോയതാണ്. ആ മണി വന്നു പോയതാണ്. പക്ഷെ അദ്ദേഹം പേടിച്ചു പോയി. അതുകൊണ്ട് കുറച്ച് അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. ദ്വാരകയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. പിന്നെ ഭഗവാൻ തന്നെ തേടി പിടിച്ച് കൊണ്ടുവന്ന്
ആ മണി എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് അനമീവ എന്ന് പറഞ്ഞു, കളങ്കരഹിതൻ, ദോഷരഹിതൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനമീവനായിരിക്കും ദോഷരഹിതനുമായിരിക്കുന്ന ഭഗവത് പ്രപന്നനും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചവനുമായിരിക്കുന്ന ശബൽക്കപുത്രനായിരിക്കുന്ന ശബൽക്കന്റെ പുത്രനായിരിക്കുന്ന അക്രൂരരെ സുഖമായിട്ട് കച്ചി സ്വസ്തി ആസ്തേ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ എന്ന് കേട്ടു. ഇനി അദ്ദേഹത്തിന്റെ ഇത് പറയണു, യാതൊരുവനുണ്ടല്ലോ ഈ അക്രൂരര് കൃഷ്ണപാദാങ്കിത മാർഗ പാംസുഷു അജ്യേഷ്ഠത പ്രേമ വിഭിന്ന ധൈര്യ, അല്ലെ, ഭഗവാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ട അക്രൂരര് മധുരയിൽ നിന്നും കംസൻ പറഞ്ഞയക്കുന്നു. അങ്ങനെ അക്രൂരര് വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ആ വൃന്ദാവനത്തിലേക്ക് കടന്നപ്പോഴേക്കും അവിടെ ആ വൃന്ദാവനത്തിലുള്ള മണ്ണിൽ ഭഗവാന്റെ കാലടിപ്പാദങ്ങൾ അടയാളമെല്ലാം കണ്ടപ്പോൾ വേഗം തന്നെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ആ മണ്ണിൽ കിടന്നിട്ട് പുരണ്ടു, അല്ലെ, മണ്ണിൽ കിടന്ന് ഉരുണ്ടു. അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണ പാദ, ഭഗവാന്റെ പാദത്താൽ അങ്കിതമായ അടയാളം കണ്ട, അടയാളം അങ്കിതം പറഞ്ഞ അടയാളം, അടയാളം പാദാടയാളം കണ്ടിരുന്ന ആ മാർഗ പാംസുഷു, ആ വഴിയിലുള്ള പാംസുഷു, ആ പൊടിമണ്ണിൽ, ആ പൊന്നിൽ എങ്ങനെ പ്രേമ വിഭിന്ന ധൈര്യനായിട്ട്, പ്രേമത്താൽ, പ്രേമഭക്തിയാൽ, ഭഗവാനോടുള്ള ഭക്തിയാൽ അദ്ദേഹത്തിന് ധൈര്യം വിഭിന്നമായി. ധൈര്യം വിഭിന്നമാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ധൈര്യം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു ഉന്മത്തനെ പോലെയായിട്ട്, ഒരു ഉന്മത്തനെ പോലെ അദ്ദേഹം പാരവശ്യത്താൽ എന്ന് പറയാം, ആ പാരവശ്യം കാരണം, ഭക്തിയോടുള്ള പാരവശ്യം കാരണം, അല്ലെ ഉന്മത്തനെ പോലെ ആ മണ്ണിൽ, ആ പാംസുഷു, ആ മൺപൊടികളിൽ അദ്ദേഹം അചേഷ്ടത, അദ്ദേഹം ഉരുണ്ടുവല്ലോ. അങ്ങനെയുള്ള ആ ശബൽക്കപുത്രരായിരിക്കുന്ന അക്രൂരര്, ദോഷരഹിതനും വിദ്വാനും ഭഗവത് പ്രപന്നനുമായിരിക്കുന്ന ആ അക്രൂരര് സുഖമായിരിക്കുന്നില്ലേ? കച്ചിത് ബുധാ സ്വസ്തി അനമീവ ആസ്തേ ശബൽക്കപുത്രോ ഭഗവത് പ്രപന്നഃ യഹ കൃഷ്ണപാദാങ്കിത മാർഗ പാംസുഷോ അജേഷ്ടത പ്രേമ വിഭിന്ന ധൈര്യ. ദേവകീ ദേവിയെ കുറിച്ചിട്ടാണ് അടുത്ത് ചോദിക്കുന്നത്. കച്ചിത് ശിവം ദേവക ഭോജപുത്രിയ വിഷ്ണു പ്രജായ ഇവ ദേവമാതുഃ യാ വൈ സ്വഗർഭേണ ദധാര ദേവം ത്രയീ യഥാ യജ്ഞവിതാനം അർത്ഥം. ശിവം, കച്ചി ശിവം എന്നാണ് ചോദിക്കേണ്ടത്. അവർ ശിവമായിട്ട് ഇരിക്കുന്നില്ലേ, സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? ആര്? ദേവക ഭോജപുത്രിയ, ദേവക ഭോജപുത്രിയ. ദേവകൻ എന്നുള്ള ഭോജന്റെ, ഇവരൊക്കെ ഭോജരാജക്കന്മാരാണല്ലോ, അപ്പൊ അതാണ് ഭോജപുത്രിയ എന്ന് പറഞ്ഞത്. ദേവകനായിരിക്കുന്ന ആ ഭോജന്റെ പുത്രിയ, ആ പുത്രി, ആ മകളായിരിക്കുന്ന ദേവകീ ദേവി എങ്ങനെയാണ്? വിഷ്ണു പ്രജായ ഇവ ദേവമാതുഹു, ആ വിഷ്ണുവിനെ പ്രജയായിട്ട് ലഭിച്ച അതിഥി മാതാവിനെ പോലെ. ദേവമാതു, ദേവന്മാരുടെ അമ്മ, അതിഥി ദേവി, അല്ലെ? ആ അതിഥി ദേവിക്കാണ് ഭഗവാനെ ആ വാമനാവതാരം, അല്ലെ? അപ്പൊ അതിഥി ദേവി ആ വാമനാവതാരത്തിലാണ് സൂചിപ്പിച്ചത്. ഭഗവാൻ വിഷ്ണു തന്നെ ആയിരിക്കുന്ന ഭഗവാൻ വാമനനായിട്ട് അതിഥി ദേവിക്ക് ജന്മം കൊടുത്തു, അതിഥിയിൽ നിന്ന് ജന്മം എടുത്തുവല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. വിഷ്ണു പ്രജായ, വിഷ്ണു തന്നെ പ്രജായ, വിഷ്ണു തന്നെ പ്രജയായി ജനിച്ച ഇവ ദേവമാതുഹു, ആ അതിഥി ദേവിയെ പോലെ. അങ്ങനെയുള്ള ആ ദേവക ഭോജപുത്രിയ, ആ ദേവകി ദേവി, ദേവകന്റെ എന്നുള്ള ഭോജന്റെ പുത്രിയായിരിക്കുന്ന ആ ദേവകി ദേവി സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? ശിവം കച്ചിത്, ഇത് ഈ ദേവകി ദേവി യാ സ്ത്രീലിംഗമായതുകൊണ്ട് യാ വൈ സ്വഗർഭേണ ദധാര ദേവം, അല്ലെ? ആരാണ് ദേവകി ദേവി? സ്വഗർഭേണ ആ ദേവനെ ദധാര, അല്ലെ? സ്വഗർഭത്തിൽ ഭഗവാന് ഗർഭം ധരിച്ചുവല്ലോ. അങ്ങനെയുള്ള ആ ദേവി എങ്ങനെ അതിനൊരു ഉപമ കൊടുത്തിട്ടുണ്ട്. ത്രയീ യഥാ യജ്ഞവിധാനം അർത്ഥം. വേദങ്ങളിലൊക്കെ എങ്ങനെയാണോ യജ്ഞവിധാനത്തെ സൂചിപ്പിക്കുന്നത്, യജ്ഞങ്ങളുടെ വിധാനം, അതിന്റെ താല്പര്യം, അർത്ഥം, എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നതിന് എന്തിന്റെ താല്പര്യത്തിൽ, ഏത് താല്പര്യമാണ് അതിന്റെ താല്പര്യം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വേദങ്ങൾ സൂചിപ്പിക്കുന്നു. അത് എന്താണ്? വസ്തു ഐക്യബോധം, അല്ലെ? ഇവിടെ ഏതൊക്കെ ദേവന്മാരെ നമ്മൾ സങ്കല്പിച്ചത് ഞങ്ങൾ ചെയ്താലും
അതെല്ലാം ഒരേ ഒരു ആള് തന്നെയാണ് അതിന്റെയൊക്കെ ഭോക്താവായിട്ട്. അതെല്ലാം ഭഗവാൻ തന്നെയാണ് അതിന്റെ ആ യജ്ഞങ്ങളുടെതൊക്കെ പ്രസാദങ്ങളൊക്കെ അനുഭവിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഭഗവാനിക്ക് തന്നെയാണ് എത്തുന്നത് ഈ യജ്ഞങ്ങളൊക്കെ, നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ. നമ്മൾ ഏത് ദേവനെ ഉദ്ദേശിച്ച്, ഇപ്പൊ ഇന്ദ്രനെ ഉദ്ദേശിച്ച് ചെയ്താലും വരുണനെ ഉദ്ദേശിച്ച് ചെയ്താലും അഗ്നിയെ ഉദ്ദേശിച്ച് ചെയ്താലും അതെല്ലാം എത്തുന്നത് എവിടേക്കാണ്? ഭഗവാനിലേക്കാണ്. അതാണ് യജ്ഞവിധാനമർത്ഥം. എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള യജ്ഞവിധാനങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ വേദങ്ങളിൽ പറയപ്പെടുന്നത്, അത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അതേപോലെ തന്നെയാണ് ദേവകീ ദേവിയും ആ ശ്രീകൃഷ്ണ ഭഗവാൻ, അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഗർഭം ധരിച്ചുവല്ലോ, ആ ദേവകീ ദേവി സുഖമായിട്ടിരിക്കുന്നുണ്ടോ? കച്ചി ശിവം ദേവകഭോജപുത്ര്യ വിഷ്ണു പ്രജായ ഇവ ദേവമാതുഃ യാ വൈ സ്വഗർഭേണ ദധാരദേവം ത്രയീ പരവേദങ്ങൾ. ത്രയീ യഥാ യജ്ഞവിധാനമർത്ഥം. യഥാ യജ്ഞവിധാനമർത്ഥം ത്രയീ. യജ്ഞവിധാനങ്ങളെ പ്രയോജനത്തെ സൂചിപ്പിക്കുന്ന വേദങ്ങൾ എന്ന പോലെ. ഇനി അനിരുദ്ധനെ ചോദിക്കുക, പ്രദ്യുമ്നന്റെ മകനായിരിക്കുന്ന അനിരുദ്ധനെ. അഭിസ്വിത് ആസ്തേ ഭഗവാൻ സുഖം ഭോ യഹ സാത്വതാം കാമദുഃഖോ അനിരുദ്ധഃ യം ആമനന്തി സ്മ ഹ ശബ്ദയോനിം മനോമയം സത്വതുരീയ തത്വം. അനിരുദ്ധൻ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അഭിസ്വിത് ആസ്തേ ഭഗവാൻ സുഖം വഹ യഹ സാത്വതാം കാമദുഃഖ അനിരുദ്ധഃ. സാത്വതന്മാരുടെ എല്ലാം കാമങ്ങളെ ദോഹനം ചെയ്യുന്നവൻ, എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ സാത്വതന്മാരുടെ എല്ലാം കാമദുഃഖങ്ങളിൽ കാമങ്ങളെല്ലാം ദോഹനം ചെയ്യുന്നവൻ, സാധിപ്പിച്ചു കൊടുക്കുന്ന ആ അനിരുദ്ധൻ സുഖം വായിട്ട് ആ ഭഗവാൻ സർവജ്ഞനുമായിരിക്കുന്ന ആ അനിരുദ്ധൻ സുഖം അഭിസ്വിതാസ്തേ, അവിടെ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നില്ലേ? ആ അനിരുദ്ധൻ ആരാണ്? യം ആമനന്തി, ഇദ്ദേഹത്തെ പറയപ്പെടുന്നു ഋഷിമാർ ഇദ്ദേഹത്തെ പറയപ്പെടുന്നു. എന്താണ്? മനോമയം സത്വതുരീയ തത്വം ശബ്ദയോനിം സ്മ യം ആമനന്തി. എന്താണ് സത്വതുരീയ തത്വം? സത്വം എന്ന് പറയാൻ നമ്മുടെ അന്ധകരണങ്ങൾ അല്ലെ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിലെ തുരീയ തത്വമാണ് ആര്? ഈ ചതുർവ്യൂഹ ഉപാസനയാണത്. ചതുർവ്യൂഹ ഉപാസനത്തിലെ അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അത് 4 അന്ധകരണങ്ങളുടെ ദേവതമാരായിട്ടാണ് ഇവരെ ചതുർവ്യൂഹ ഉപാസന. എല്ലാലും ഒന്ന് തന്നെ, ഭഗവാൻ തന്നെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 4ാമത്തെ തുരീയമായിരിക്കും തത്വം, അത് മനസ്സിന്റെ തത്വമാണത്. മനസ്സിന്റെ സത്വതുരീയ തത്വവും മനോമയവും, മനസ്സിന്റെ പ്രേരക ശക്തിയായിരിക്കുന്ന, മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ദേവത, മനസ്സിന്റെ ദേവത, മനോമയമായിരിക്കുന്ന ആ പ്രദ്യുമ്നനെ അനിരുദ്ധനെ അവര് പറയണോ? അദ്ദേഹം ശബ്ദയോനിയും, എല്ലാം വാക്കുകളാകുന്ന ഇതിന്റെ ശബ്ദപ്രപഞ്ചത്തിന്റെ, വാക്പ്രപഞ്ചത്തിന്റെ എന്നർത്ഥം. വാക്പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനമാണെന്ന് ഈ അനിരുദ്ധനെ ആമനന്തി പറയപ്പെടുന്നുവല്ലോ. അങ്ങനെയുള്ള ആ അനിരുദ്ധൻ സുഖമായിട്ടിരിക്കുന്നില്ലേ? സാത്വതന്മാർക്കെല്ലാം എല്ലാ കാമങ്ങളെ, അഭിഷ്ടങ്ങളെ ചെയ്തു കൊടുത്തുകൊണ്ട് സുഖമായി ഇരിക്കുന്നില്ലേ? അഭിസ്വിത് ആസ്തേ ഭഗവാൻ സുഖംഭോ യഹ സാത്വതാം കാമദുഃഖോ അനിരുദ്ധഃ യം ആമനന്തി സ്മ ഹ ശബ്ദയോനിം മനോമയം സത്വതുരീയ തത്വം. അടുത്തത് അഭിസ്വിത് അന്യേ. കുറച്ചൊന്ന് ഉച്ചരിച്ചോർത്ത് ചോദിക്കുകയാണ്. അഭിസ്വിത് അന്യേ എന്നുള്ളത്. അഭിസ്വിത് അന്യേച്ച നിജ ആത്മദൈവം അനന്യവൃത്യാ സമനുവൃതായേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണ ഗദാദയ സ്വസ്തി ചരന്തി സൗമ്യ. അഭിസ്വിത അന്യ നിജ ആത്മദൈവം, അവരവരുടെ അവരുടെ അന്ധകരണങ്ങളെല്ലാം ചൈതന്യവത്താക്കുന്ന, അതാണ് നിജ ആത്മദൈവം എന്ന് പറഞ്ഞാൽ. എല്ലാവരും അവരവരുടെ അന്ധകരണങ്ങളെല്ലാം ചൈതന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആത്മദൈവം, ആത്മാവിന്റെ ദൈവം. അങ്ങനെയിരിക്കുന്ന ആ നിജ ആത്മദൈവമായിരിക്കുന്ന അനന്യവൃത്തിയ, അങ്ങനെയുള്ള ആ ഭഗവാന് വേറെ ഒരു മറ്റുള്ള ചിന്ത ഒന്നും കൂടെ അനന്യമായിട്ട് ഭഗവാനെ സേവിക്കുന്നു. അനന്യവൃത്തിയ സമനുവ്രത, ആ അനന്യവൃത്തിയോടുകൂടി ഭഗവാനെ തന്നെ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട്, അനുവ്രതം ശരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ, ആരൊക്കെയാണത്? ഹൃദീകൻ,
ഹൃദീക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭഗവാന്റെ പുത്രന്മാര്. ഹൃദീകൻ, സത്യാത്മജൻ, സത്യഭാമയുടെ പുത്രന്മാര്, ചാരുദർശനൻ, ഗദാദയ, അത് ഭഗവാന്റെ ഒരു സഹോദരനുണ്ട് ഗദൻ എന്നുള്ള പേര്, ഗദാദയ, അവരെല്ലാവരും സൗമ്യ സ്വസ്തി ചരന്ത്യഭിസ്വിത്, അവരെല്ലാം സ്വസ്ഥമായിട്ട് ഇരിക്കുന്നില്ലേ, സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന, സുഖമായിട്ട് ഇരിക്കുന്നില്ലേ. അഭിസ്വിത് അന്യേ ച നിജാത്മദൈവം അനന്യവൃത്യാ സമനുവ്രതായേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണ ഗദാദയഃ സ്വസ്തി ചരന്തി സൗമ്യാം. ഇതുവരെ ആ ശ്രീകൃഷ്ണന്റെ ഭാഗത്തുള്ള യാദവന്മാരെ കുറിച്ചിട്ടാണ് ഇതുവരെ ചോദിച്ചത്. ഇനി ചോദിക്കുന്നതെല്ലാം പാണ്ഡവന്മാരെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. 5-6 ശ്ലോകങ്ങൾ ഇനി പാണ്ഡവന്മാരെ കുറിച്ചിട്ടും ചോദിക്കുന്നു. 35 തൊട്ട് 41 വരെയുള്ള ശ്ലോകങ്ങളൊക്കെ ഇനി പാണ്ഡവന്മാരെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അടുത്തത് ആദ്യത്തെ ധർമ്മപുത്രരെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അഭിസ്വദോർഭ്യാം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മഃ പരിപാദിസേതും ദുര്യോധനോ അതപ്രദായ സഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യാം. അവിടെ വിജയ അനുവൃത്യ സാമ്രാജ്യലക്ഷ്മ്യാ, അങ്ങനെ വിജയങ്ങളുടെ വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര, എല്ലാം തുടർച്ചയായിട്ടുള്ള വിജയത്തിന്റെ ഫലമായിട്ട് ലഭിച്ച സാമ്രാജ്യലക്ഷ്മി, ആ സാമ്രാജ്യ ഐശ്വര്യത്താൽ യാതൊരു രാജാവിന്റെ സഭയിൽ വെച്ചിട്ട് ദുര്യോധന അതപ്യത, ദുര്യോധനൻ വളരെ തപിക്കുകയുണ്ടായി, വളരെ വിഷമിക്കുകയുണ്ടായി, തപിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ധർമ്മപുത്രര്, അങ്ങനെയുള്ള ധർമ്മപുത്രര് സ്വദോർഭ്യാം വിജയ അച്യുതാഭ്യാം, തന്റെ ദോർഭ്യാം 2 കൈകൾ പോലെ ഇരിക്കുന്ന ആരൊക്കെയാണ്? വിജയ അച്യുതാഭ്യാം, വിജയനും അച്യുതനും, അർജുനനും അച്യുതനും. അത് ധർമ്മപുത്രർക്ക് 2 കൈകൾ പോലെ, തന്റെ 2 കൈകൾ പോലെയാണ് അവര്. അത് ദോർഭ്യാം വിജയ അച്യുതാഭ്യാം ആ ധർമ്മപുത്രര് ധർമ്മേണ പരിപാടി, ധർമ്മേണ നോക്കണത് അദ്ദേഹം ധർമ്മപ്രകാരം തന്നെ ആ ധർമ്മമര്യാദയെ, സേതുപരം മര്യാദ, ആ ധർമ്മമര്യാദയെ പരിപാലിക്കുന്നില്ലേ. അങ്ങനെ ഒരു അർത്ഥം പറയാം. വേറെ ഇവിടെ ഈ വിജയാനുവൃത്തി എന്നുള്ളതിൽ വേറൊരു അർത്ഥം വേറെ തരത്തിലും പറയാം. വിജയ പറയാം, അർജുനനും പറയുന്നത് വിജയ എന്നാണ്. അപ്പൊ അവിടെ അർത്ഥം മാറ്റി പറയുമ്പോ മറ്റേ ഞാൻ പറഞ്ഞു എല്ലാ വിജയങ്ങളുടെ ഘോഷം, തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ എവിടെ ചെന്ന് അവർക്ക് വിജയങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു പാണ്ഡവപക്ഷത്തെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ആ സാമ്രാജ്യ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ സഭയിൽ വെച്ചിട്ട് അവരുടെ സഭയിൽ, ഇന്ദ്രപ്രസ്ഥത്തിലുള്ള സഭയിൽ മയനാൽ നിർമ്മിക്കപ്പെട്ട ആ സ്ഥലജല ബ്രഹ്മം ഉണ്ടാക്കുന്ന സഭ, ആ സഭാതലം, അതേപോലെ തന്നെ രാജസൂയ യാഗം, പല രാജാക്കന്മാർ, അതൊക്കെ അർജുനന്റെ കഴിവ് കണ്ട. അങ്ങനെ അപ്പൊ ഇവിടെ വിജയ എന്ന് പറഞ്ഞാൽ അർജുനന്റെ നിരന്തരമായിട്ടുള്ള സേവ മൂലം, അങ്ങനെ പറയാം, അങ്ങനെയും പറയാം. അർജുനന്റെ വിജയ എന്ന് പറഞ്ഞാൽ വിജയാനുവൃത്തിയ, പിന്നെ അർജുനന്റെ നിരന്തരമായ ആ പരിശ്രമം മുഖാന്തരം ആ സഭ, ധർമ്മപുത്രയുടെ സഭയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ആ കാണ്ഡവവനം ആ അഗ്നിക്ക് ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ അതിന്റെ ഉള്ളിൽ താമസിച്ചിരുന്ന ആ മയനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആ മയൻ അതിന്റെ പ്രതിഫലമായിട്ടാണ്, അതിന്റെ ഉപകാരമായിട്ടാണ് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ സ്ഥലജലഭ്രമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സഭാമണ്ഡലം അവിടെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ രാജസൂയ അങ്ങനെ അവിടെ വച്ചിട്ടാണ് ദുര്യോധനൻ ഈ സഭാമണ്ഡലം കണ്ടിട്ടാണ് അവിടെ വീടലും പിടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് തന്റെ ഡ്രസ്സൊക്കെ പൊക്കി പിടിച്ച്, വെള്ളം നനയാതിരിക്കാൻ വേണ്ടി പൊക്കി പിടിച്ച് നടക്കുമ്പോ അവിടെ വെള്ളമൊന്നും ഇല്ല. പിന്നെ വെള്ളം ഇല്ല എന്ന് വിചാരിച്ച് നടന്ന സ്ഥലത്ത് അവിടെ വെള്ളത്തിൽ ചെന്ന് വീണ് അങ്ങനെയൊക്കെയുള്ള ഒരു രംഗം അവിടെ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ അതൊക്കെ കിട്ടിയത് എങ്ങനെയാണ്? അതുപോലെ തന്നെ രാജസൂയ, ഇത്രയും വലിയ രാജസൂയ യാഗം ചെയ്യാൻ സാധിച്ചതും ആ അർജുനന്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അതിന്റെ മൂലം അപ്പൊ അങ്ങനെയും അർത്ഥം പറയണത് ഞാൻ 2 തരത്തിൽ ഇതിന് അർത്ഥം കൊടുക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വിജയാനുവൃത്തിയ എന്ന് പറഞ്ഞാൽ ഈ 2 തരത്തിൽ, ഒന്ന് അർജുനന്റെ സേവ മൂലം, അർജുനന്റെ പരിശ്രമം മൂലം, ആ നിരന്തരമായ സേവ മൂലം ലഭിച്ച ആ സാമ്രാജ്യ ഐശ്വര്യത്താൽ നിർമ്മിക്കപ്പെട്ട ആ ഇന്ദ്രപ്രസ്ഥത്തിൽ നിർമ്മിക്കപ്പെട്ട ആ സ്ഥലജലഭ്രമം ഉണ്ടാക്കുന്ന സഭാമണ്ഡലത്തിൽ വെച്ചിട്ട് ദുര്യോധന, ആ സഭാമണ്ഡലത്തെ കണ്ടിട്ട് ദുര്യോധനൻ തപിച്ചുവല്ലോ.
അങ്ങനെയുള്ള ആ ധർമ്മപുത്രരുടെ ഇന്ദ്രപ്രസ്ഥ രാജാവായിരിക്കുന്ന ധർമ്മപുത്രർ ആ വിജയനോടും അർജുനനോടും ശ്രീകൃഷ്ണനോടും കൂടിയിട്ട് ആ ധർമ്മ മര്യാദകളെല്ലാം നന്നായിട്ട് തന്നെ ധർമ്മപ്രകാരം തന്നെ പരിപാലിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ഹരിയോം ടീച്ചർ. ടീച്ചർ, എല്ലാം ചോദ്യങ്ങൾ ഇവരുടെ കുശലത്തെ പറ്റി. അപ്പൊ യാദവങ്ങളുടെ കുശലം ബിക്കോസ് ഉദ്ധവർ അവിടെ തന്നെ വന്നു, മീൻസ് ദ്വാരകാലേന്ത് വന്നു. ഹസ്തിനാപുരത്തെ വിവരവും ഉദ്ധവരോട് തന്നെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് പിന്നെ കാണാം, ലാസ്റ്റ് ശ്ലോകം വരുമ്പോ കാണാം ഇതിന്റെ ഒന്നും ഉത്തരം ഒന്നും കൊടുക്കുന്നില്ല. ഉദ്ധവര് ഇതിന്റെ ഒന്നും അർത്ഥം കൊടുക്കാൻ വിദുരരെ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ചോദിച്ചു വെച്ച് ഓരോരുത്തർ ചോദിച്ചു വെച്ച് വിദുരർക്കും അറിയണമെന്നില്ല. ഇപ്പൊ ചോദിച്ച ആൾക്കാരുടെ കുശലം ഒന്നല്ലേ ചോദിക്കുന്നത്. ലാസ്റ്റിൽ ചോദിക്കണത് ആ ഭഗവാന്റെ വാർത്തകളെ തീർത്ഥപദേ വാർത്താം കീർത്തയാന്നാ പറയണത് ലാസ്റ്റില്. അപ്പൊ ചോദിക്കുന്ന ആൾക്കും ഇതിന്റെ ഉത്തരവൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ ചോദിക്കുന്ന നമുക്ക് കാണുമ്പോ അങ്ങനെയാ കാണുന്നത്. ഇവർ തീർത്ഥയാത്രക്ക് വന്നതുകൊണ്ട് എല്ലായിടത്തും കണ്ടപ്പോൾ അതല്ല, ഉദ്ധവരെ കണ്ടപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇതില് ചോദിച്ചു ഓർക്കുന്ന അവരൊക്കെ സുഖല്ലേ, അവരൊക്കെ സുഖല്ലേ ചോദിച്ചു. പിന്നെ ലാസ്റ്റ് ചോദിക്കണത് ആ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള വാർത്തകൾ പറയൂ എന്നാ പറയണ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതൊന്നും പറയണ്ട, അത് പറഞ്ഞാ മതി. അതെ. ഹരിയോം ടീച്ചർ, ബട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഉദ്ധവ ഉവാച്ചാന്ന് വെറുതെ അപ്പൊ അവർ சொல்றாரா എല്ലാം? ഉദ്ധവ ഉവാച പറയണത് ഇവരുടെ പറ്റി ഒന്നും പറയുന്നില്ല. ഇവരൊക്കെ സുഖമായിട്ട് ഇരിക്കണോ, ഇവരുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയണില്ല, ഉത്തരേ കൊടുക്കുന്നില്ല. അവിടെ ശ്രീകൃഷ്ണന്റെ കാര്യങ്ങളാ പറയാൻ പോണത് അവിടെയൊക്കെ. അവർക്ക് ദുഃഖമാകും പറഞ്ഞത്. അല്ല, വിദുരക്ക് കേൾക്കണമെന്നില്ല. വിദുരക്ക് കേൾക്കേണ്ടത് ശ്രീകൃഷ്ണന്റെ വാർത്തകളാണ് കേൾക്കേണ്ടത്. ഉദ്ധവർക്ക് പറയാനും ഇഷ്ടം ശ്രീകൃഷ്ണന്റെ വാർത്തകളാണ്. അതന്നെ. അടുത്ത് ചോദിക്കണത് ഭീമനെ കുറിച്ച് ചോദിക്കണു. ഭീമൻ കിം വാ കൃതാകേഷു അഹം അത്യമർഷി ഭീമോ അഹിവത് ദീർഘതമം വ്യമുഞ്ചത് യസ്യാംഘ്രിപാദം രണപൂർണസേഹേ മാർഗം ഗദായ ചരതോ വിചിത്രം. ഇവിടെ ഭീമസേനയാണ് ചോദിക്കുന്നത്. ഗദായ ചരതഃ വിചിത്രം മാർഗം. ഗദ കൊണ്ട് വിചിത്രമായി മാർഗങ്ങൾ ചരിക്കുന്ന ഗദായുദ്ധത്തില് ഭീമൻ പലതരത്തിലുള്ള ഗദായുദ്ധം നടത്തും. പല അടവുകളും പല തന്ത്രങ്ങളും ഉപയോഗിക്കും ഗദ പിടിച്ചിട്ട്. അവിടെ അതാണ് ഗദായാഹ വിചിത്രം മാർഗം ചരതഃ. ഗദ കൊണ്ട് പലതരത്തിലുള്ള മാർഗങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന അത് ഉപയോഗിക്കുന്ന ഗദ യുദ്ധം ചെയ്യിക്കുന്ന ആ ഭീമന്റെ അംഗ്രിപാദം. അംഗ്രിപാദം ആ ഭീമന്റെ ഓരോ കാൽ ചുവടും കാൽവെപ്പും അല്ല, കാലുകൊണ്ടുള്ള ഓരോ വെപ്പും ഭൂമിയിൽ വെക്കുമ്പോൾ അത് ആ രണഭൂ ആ യുദ്ധഭൂമിക്ക് അത് സഹിക്കാൻ സാധിക്കില്ല എന്നാ പറയണത്. ആ ഭീമൻ ഓരോ കാലങ്ങൾ വെക്കുമ്പോഴേക്കും ആ ആ രണഭൂമി കിടന്ന് പറയ്ക്കുന്ന പോലെ ഒന്നാവും. എന്നുവെച്ചാല് എന്താണ്, 10,000 ആനകളുടെ ബലമുള്ള ആളാണ് ഭീമൻ, അല്ലെ? 10,000 ആനയുടെ ബലമാണ് ഭീമനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിശക്തനായിരിക്കുന്ന ഭീമൻ ഓരോ കാല് വെക്കുമ്പോൾ അത് ആ ഭീമന്റെ ഭീമനുള്ള വിശേഷണം കൊടുക്കാണ്. അങ്ങനെയുള്ള ഭീമൻ സുഖമാണെന്നാണ് ചോദിക്കാൻ പോണത്. അപ്പൊ യസ്യാംഗ്രിപാദം രണപൂർണസേഹേ മാർഗം ഗതായ ചരതോ വിചിത്രം. അങ്ങനെയുള്ള ആ ഭീമഹ എന്താ പറയുന്നത്, കൃതാഖേഷു അവരോട് കൃതാഖേഷു അവരൊരുപാട് ഈ ദുര്യോധനാദികള് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. കൃതാകേഷു അഹിവത് അങ്ങനെ ആ ചെയ്ത പാപങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പാമ്പിനെ പോലെ, പാമ്പുകൾക്ക് അങ്ങനെയാണല്ലോ, തന്നോട് പകരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അവസരം കാത്ത് പകരം വീട്ടാനായിട്ട് കാത്തിരിക്കും. മുമ്പിലും വിശേഷിപ്പിച്ചതേപോലെ ഭീമ അഹി എന്ന് അവിടെ പറയുന്നുണ്ട്, അല്ലെ? വൃഗോദരം പറഞ്ഞാല് മൃഗം പോലെയുള്ള ഉദരമുള്ളവൻ. ഭീമനുള്ള വിശേഷമാണ് മൃഗം പോലെ. മൃഗം പറഞ്ഞ ചെന്നായ, വൂൾഫ്, അതിന്റെ ഉദരം പോലെയുള്ളവൻ. എന്താ വെച്ചാല് എത്ര കഴിച്ചാലും വയറൊട്ടിയിരിക്കും. ചെന്നായിക്ക് അങ്ങനെയാണ്, എത്ര കഴിച്ചാലും ആ വയറ് അതേ അത് ഭീമൻ എത്ര കഴിച്ചാലും മതിയാവില്ല, കഴിച്ചോണ്ടേ ഇരുന്നാലും മതിയാവില്ല. അപ്പോഴൊക്കെ ആ വയറെപ്പോഴും കഴിക്കാത്ത ഉള്ള വയറ് പോലെ ഇരിക്കും ഭീമന്റെ വയറ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൃഗോദര എന്നുള്ള വിശേഷണം കൊടുത്തത്.
മൃഗത്തിന്റെ ഉദരത്തോടു കൂടിയിരിക്കുന്നവൻ എന്നുള്ള അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ ഭീമൻ, അങ്ങനെയുള്ള ഭീമൻ അഹിവത് ഒരു പാമ്പിനെ പോലെ എന്താണ് അഹം വളരെ അത്യമർഷി, വളരെ ദേഷ്യത്തോട് ചീറ്റിക്കൊണ്ട് എങ്ങനെ ഇരിക്കണോ, എന്തിനു വേണ്ടി തന്നോട് ചെയ്ത ആ പാപത്തിന്റെ ഫലമായിട്ട്, ആ ദ്രോഹത്തിന്റെ ഫലമായിട്ട്, ആ അഹത്തിന്റെ ഫലമായിട്ട് ദീർഘതമം വളരെ കാലമായിട്ട് അതിന് അവസരം കാത്തിരിക്കുന്ന, ഇതിന് പകരം കൊടുക്കണം. ഈ ദുര്യോധനാദികൾ നമുക്ക് അവരുടെ നേരെ ചെയ്ത ദ്രോഹത്തിന് പകരം തിരിച്ചു കൊടുക്കണം, നല്ലതൊന്ന് തിരിച്ചു കൊടുക്കണം എന്നതെന്ന് പാമ്പിനെ പോലെ ഇങ്ങനെ സദാസമയം അമർഷത്തോടു കൂടിയിരിക്കുന്ന ആ ഭീമൻ അത് ചെയ്തുവോ എന്നാണ് ചോദിച്ചത്. അവർക്ക് പകരം കൊടുത്തുവോ, ആ പകരം വീട്ടിയോ എന്നാ ചോദിച്ചത്. വ്യമുഞ്ചത് ദീർഘതമം വ്യമുഞ്ചത്, ഒരു കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ദേഷ്യം തീർത്തുവോ, ദുര്യോധനാദികളിൽ തീർത്തുവോ എന്നാ ചോദിക്കുന്നത്. കിംഭാകൃതാകേഷു അഹം അത്യമർഷി ഭീമോ അഹിവത് ദീർഘതമം വ്യമുഞ്ചത് യസ്യാംഗ്രിപാദം രണപൂർണസേഹേ മാർഗം ഗതായ ചരതോ വിചിത്രം. അടുത്തത് അർജുനനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കച്ചി യശോധ രഥയൂഥപാനാം ഗാണ്ഡീവധന്നോ ഉപരതാരിഹി, ഉപരതാരിഹി ആസ്തേ, അവിടെ ഉപരതാരിഹി വിസർഗം, ഉപരതാരിഹി ആസ്തേ, ഉപരത മൈഥിലി 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 மங்களமாமி மியூட் பண்ணிக்கலாம். மங்களமாமி கூட மைத்திலிஜியை மியூட் பண்ணலாம். ஓகே. கச்சி யசோதாரயோதபாനാം ഗാണ്ഡീവധന്നോ ഉപരതാരിഹി ആസ്തേ അലക്ഷിതോ ശരകൂടഗൂഢോ മായാകിരാതോ ഗിരിശഃ തുദോഷ ലിട്ലകാരം തുദോഷം. ഇപ്പൊ കച്ചി യശോധാരഥയൂഥഭാനാം, അതൊക്കെ അർജുനന്റെ വിഷയം. യശോധ പറഞ്ഞാൽ ഇവിടെ യശസ്സിനെ ധരിക്കുന്നവൻ എന്നർത്ഥം. മറ്റത് യശോദാണ്ട് ശ്രീകൃഷ്ണന്റെ അമ്മ അല്ലെ യശോദ. ആ യശോദയും ഈ അവിടെ ധാ വ്യത്യാസമുണ്ട്. അത് മൂന്നാമത്തെ ധാണ്, ഇത് നാലാമത്തെ ധാണ്. അപ്പൊ അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട്. മറ്റേ യശോദ, ഇത് യശോധ. അതുകൊണ്ട് അപ്പൊ യശസ്സിനെ ധരിക്കുന്നവൻ എന്നർത്ഥം. കീർത്തിയോട് കൂടിയിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ആ യശോധനും രഥയൂഥപാനാം, രഥയുദ്ധം ചെയ്യുന്നവരിൽ ശ്രേഷ്ഠൻ, രഥയുദ്ധത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ രഥയൂഥപാനാം ഗാണ്ഡീവധന്വഹ, ആ ഗാണ്ഡീവം എന്നുള്ള ധനുസിനെ പിടിച്ചിരിക്കുന്നവനും, ഗാണ്ഡീവം എന്ന ധനുസോട് കൂടിയിരിക്കുന്നവനും അങ്ങനെയുള്ള ആ അർജുനൻ ഉപരത അരിഹി, തന്റെ ശത്രുക്കളെല്ലാം ഉപരത, അരിഹി എന്ന് പറഞ്ഞാൽ ശത്രുക്കള്, അതിന് ഉപരത അരിഹി, അരിയെ ഉപരതം ചെയ്യുക, അരികളെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചിട്ട്, ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് സുഖമായിട്ട് കച്ചത് ആസ്തെ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയണം. അദ്ദേഹം മായാകിരാതക, ശിവഭഗവാൻ കിരാത വേഷം എടുത്തു വന്നു അല്ലെ, മായാകിരാത വേഷം എടുത്തു വന്ന് ആ ശിവനെ അറിയാതെ അലക്ഷിത, അതായത് ഇദ്ദേഹത്തിന് അർജുനനാണെങ്കിൽ ഇത് ശിവനാണെന്ന് മനസ്സിലായില്ല, ശിവനാണെന്ന് മനസ്സിലാവാൻ അലക്ഷിത എന്ന് പറഞ്ഞാൽ അതാണ്. ശിവനാണെന്ന് കാണപ്പെടാതെ, ശിവനാണെന്ന് അറിയാതെ ആ മായാകിരാതം വേഷം ധരിച്ചു വന്ന ശിവന്റെ നേർക്ക് ആ കിരാതം വന്നതും ഈ അർജുനന്റെ ആ അസ്ത്രവിദ്യ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അങ്ങനെയുള്ള അവർ തമ്മിലുള്ള അസ്ത്രത്തിൽ ഈ അർജുനൻ എന്താ ചെയ്ത്, ആ മായാകിരാതം വേഷം ധരിച്ചു വന്ന ശിവനെ അസ്ത്രം കൊണ്ട് മൂടി. അതാണ് യത് ശര കൂടകൂടഹ, ശരം കൊണ്ടൊരു കൂടം ഉണ്ടാക്കിയിട്ട്, ശരം കൊണ്ടൊരു കൂടുണ്ടാക്കിയിട്ട് അതിൽ ഗൂഢമാക്കി വെച്ചു. ആരെ? ശിവനെ, കിരാത വേഷം ധരിച്ചു വന്ന ശിവനെ. അത് കണ്ടിട്ട് ശിവന് ദേഷ്യമാണോ വന്നേ? അല്ല, ശിവൻ തുതോഷ, ശിവൻ സന്തോഷിച്ചു. ആ സന്തോഷിച്ചതിന്റെ പേരിലാണ്
പാശുപതാസ്ത്രം കൊടുക്കണത് അല്ലെ, ശിവൻ തന്റെ അസ്ത്രം കൊടുക്കുന്നത് അർജുനന്. അപ്പൊ അതാണ് കച്ചി അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അങ്ങനെയുള്ള ആ ഗാണ്ഡീവം എവിടുന്ന കിട്ടിയത്? ഗാണ്ഡീവം എന്നുള്ള ധനുസ് എവിടുന്ന കിട്ടിയത്? അത് അഗ്നിഭഗവാൻ കൊടുത്തതാണ്. അത് ആ ഇത് ചെയ്യാൻ വേണ്ടി അവിടെ ആയുധങ്ങളൊന്നും എനിക്കില്ല. ഈ കാണ്ഡവനം ഭക്ഷിക്കാനായിട്ട് ആ അഗ്നിക്ക് വേണ്ടി അഗ്നിയോട് പറയുന്നുണ്ട് ഭഗവാൻ. അർജുനൻ പറയുന്നത് എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ചുറ്റാൻ വേണ്ടി വന്നതാണ് ഇവിടെ, എന്റെ കയ്യിൽ ഞാൻ ആയുധങ്ങൾ. അപ്പൊ ആ അഗ്നിദേവനാണ് അവിടെ ഗാണ്ഡീവം കൊടുക്കണത്. ആ ഗാണ്ഡീവം അതാണ് അഗ്നിദേവനിൽ നിന്ന് ഗാണ്ഡീവം തന്നെ എന്ന് പറയുന്നത്. ഗാണ്ഡീവം എന്നുള്ള ധനുസ് ധരിച്ചിരിക്കുന്നവനുമായിരിക്കുന്ന രഥയൂഥപന്മാരും യശോധ വളരെ കീർത്തിയോട് കൂടിയിരിക്കുന്നവന്മാരും ഉപരധാരി ശത്രുക്കളെയെല്ലാം നശിപ്പിച്ചിട്ട് അദ്ദേഹം സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? അങ്ങനെയുള്ള അദ്ദേഹം ആ ശിവനെ മായാകിരാതം വേഷം ധരിച്ചു വന്ന ആ ശിവനാണെന്ന് അറിയാതെ തന്നെ അരക്ഷിത ശിവനാണെന്ന് അറിയാതെ ആ ശിവഭഗവാനെ ആ ശരം കൊണ്ടൊരു കൂടം ഉണ്ടാക്കി മറച്ചു കളഞ്ഞു. കൂടക അങ്ങനെയുള്ള ഗിരിശഹ തുദോഷ ആ അർജുനനിൽ സന്തോഷിക്കുകയും ഉണ്ടായല്ലോ. അങ്ങനെയുള്ള അർജുനൻ, ഇങ്ങനെയൊക്കെയുള്ള മഹിമകളുള്ള ഇങ്ങനെയൊക്കെയുള്ള പ്രഭാവമുള്ള ആ അർജുനൻ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അടുത്തത് നകുല സഹദേവന്മാരെയാണ് പറയുന്നത്. യമൗ ഉദസ്വിത് തനയൗ പൃഥായാഹ പാർത്ഥൈ വൃതൗ പശ്മഭിഃ അക്ഷിണീവ രേമാത ഉദ്ധായ മൃഥേ സ്വരിക്തം പരാസുപർണൗ ഇവ വജ്രിവക്ത്രാത്. യമൗ പറഞ്ഞാൽ ഇരട്ടക്കുട്ടികൾ. യമൗ എന്ന് പറഞ്ഞാൽ ഇരട്ടക്കുട്ടികള് രണ്ടുപേരും വെച്ചാൽ നകുലനും സഹദേവനും ഒന്നിച്ചു ജനിച്ചവരാണല്ലോ. അങ്ങനെയുള്ള പൃഥായാഹ കുന്തി ദേവിയുടെ ആ രണ്ട് തനയൗ മക്കളായിരിക്കുന്ന യമൗ ഉദസ്വിത് സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? ഉദസ്വിത് അവരെ പാർത്ഥൈഹി വൃതോ പശ്മഭിഹി അക്ഷിണി ഇവ കണ്ണുകൾക്ക് കൺപോളകൾ എങ്ങനെയാണോ സംരക്ഷണം കൊടുക്കുന്നത് അതേപോലെ തന്നെ ധർമ്മപുത്രാദികളാൽ അല്ലെ ധർമ്മപുത്രരും ഭീമനും അർജുനനും ഒക്കെ ഈ നകുല സഹോദരന്മാർക്ക് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ തരം സംരക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് പാർത്ഥൈഹി വൃതവും. അങ്ങനെ പാർത്ഥന്മാരാൽ സംരക്ഷിക്കപ്പെട്ട കുന്തിയുടെ മക്കളുമായിരിക്കുന്ന കുന്തിയുടെ മക്കളാണെങ്കിലും മാതിരിയുടെ മക്കളാണത്. പക്ഷെ മാതിരിയുടെ മക്കളാണെങ്കിലും ആ മാതിരിക്ക് ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് ആരാണ്? കുന്തി ദേവിയാണ് അല്ലെ. ആ കുന്തി ദേവി മാതിരിക്ക് കൊടുത്തപ്പോഴാണല്ലോ ആ മന്ത്രം കൊടുത്തപ്പോഴാണ് മാതിരി ആ അശ്വിനി ദേവന്മാരെ മനസ്സിൽ ധ്യാനിച്ചു. അങ്ങനെ അശ്വിനി ദേവന്മാരിൽ നിന്നാണ് ആർക്ക് ഈ നകുല സഹദേവന്മാർ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ പൃഥായ എന്ന് പറയുന്നത് കുന്തിയുടെ പുത്രന്മാർ തന്നെ എന്ന് പറയുന്നു. അങ്ങയുടെ പ്രസവിച്ച മാതിരിയാണെങ്കിലും കുന്തിയുടെ പുത്രന്മാരായിട്ട് പറയുന്നു. പൃഥായ തനയവും അങ്ങനെ ആ കുന്തിയുടെ പുത്രന്മാരായിരിക്കുന്ന പാർത്ഥന്മാരാൽ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന ആ യമവും അവർ രണ്ടുപേരും എന്താണ് മൃതേ പറഞ്ഞ യുദ്ധത്തിൽ കൂടി ആ പരാത് സ്വരിക്തം എങ്ങനെ തന്റെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട സ്വരിക്തം ആ ശത്രുക്കളാൽ അപഹരിച്ചു വെച്ചിരിക്കുന്ന തനിക്ക് അവകാശപ്പെട്ട ആ സ്വത്ത് സ്വരിക്തം തനിക്ക് അവകാശപ്പെട്ട ആ സ്വത്ത് എങ്ങനെ ഉദ്ധായ എടുത്തിട്ട് സുഖമായിട്ട് ഉദസ്വിത് രേമാതെ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? രേമാതെ എന്ന് ഇതിൽ പറയുമ്പോ രേമാതെ എന്ന് ചോദിക്കണം. സുഖമായിട്ട് ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അതിനൊരു ആ രക്തം എടുത്തന്നെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു ഉപമ പറയുന്നുണ്ട്. എങ്ങനെയാണ്? വജ്രിവക്ത്രാത് സുപർണവും. വജ്രിവക്താവ് ഇന്ദ്രന്റെ മുഖത്തിൽ നിന്നും ഗരുഡൻ എങ്ങനെയാണോ അമൃത് തട്ടിക്കൊണ്ടുവന്നത് അതുപോലെയാണ് ഈ നകുല സഹദേവന്മാര് ശത്രുക്കളിൽ നിന്നും അവർക്ക് അവകാശപ്പെട്ട അവരുടെ സ്വത്ത് ആ യുദ്ധത്തിൽ കൂടി എടുത്ത് അങ്ങനെയുള്ള ആ നകുല സഹദേവന്മാര് ആ പാർത്ഥന്മാരാൽ സംരക്ഷണയിൽ കഴിയുന്ന ആ പൃഥയുടെ കുട്ടികളുമായിരിക്കുന്ന ആ നകുല സഹദേവന്മാർ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? യമൗ ഉദസ്വിത് തനയൗ പൃഥായ പാർത്ഥൈവൃതോ പശ്മഭിഃ അക്ഷിണീവ രേമാതെ ഉദ്ധായ മൃഥേ സ്വരിക്തം. ഇവിടെ മൃഥേ മൃഥേ എന്നാണ് വെച്ചാൽ യുദ്ധം എന്നാണ് അർത്ഥം. മൃഥേ സ്വരിക്തം പരാസുപർണൗ ഇവ വജ്രിവക്ത്രാത്. ഈ കഥയും നമുക്ക് കാണാം. അത്
ആ അമൃത് കൊണ്ടുവരണത് അല്ലേ? നമ്മുടെ ഗരുഡന്റെ വിനീതയും കദ്രും തമ്മിലുണ്ടായിട്ടുള്ള ഒരു 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 എന്താ പറയാ ഒരു ബെറ്റ് വെക്കലുണ്ട്, ഒരു ഇതാണ്. ആ ഭാഗത്താണ് ഈ ഗരുഡൻ ആ അമൃത് കൊണ്ട് വരണതൊക്കെ കഥയുണ്ട്. അത് നമുക്ക് അവിടെ നോക്കാം, പിന്നെ നോക്കാം. പിന്നെ ഇത് ആ കുന്തിയെ തന്നെ പറയണം. ആ കുന്തി എത്ര കഷ്ടതാണ് അവിടെ സഹിച്ചത് എന്ന് പറയണ ആ കുന്തിയുടെ ഇത് പറയാണ്. അഹോ പൃഥാഭി ധ്രിയതേ അർദ്ധകാർത്തേ രാജർഷി വര്യേണ വിനാപിതേന യഹാസ്തു ഏകവീരോ അതിരഥോ വിജിഗ്യേ ധനുർദ്വിജീയ കകുഭ ചതസ്രഹ. അങ്ങനെയുള്ള ആ കുന്തി ദേവി കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചതാണ്. എങ്ങനെയാണ് പറയുക? അഹോ കഷ്ടം തന്നെ. ആ കുന്തി ദേവി ഈ കുട്ടികളെയും വെച്ചിട്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചു എന്ന് പറയാണ്. വളരെ കഷ്ടപ്പെട്ടു. അഹോ ഭർത്താവില്ല. അല്ല, രാജർഷി വര്യേണ വിനാഭിതേന, ആ രാജർഷി വര്യരായിരിക്കുന്ന ആ പാണ്ഡു ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് വേണ്ടി അർദ്ധകാർത്തെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ആ കുന്തി ദേവി ധ്രിയതേ അത് തന്റെ ജീവധാരണം ചെയ്തു വരുത്താൻ ജീവിച്ചു. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? ആ ഭർത്താവിന്റെ ചിതയിൽ തന്നെ ഇവരും അങ്ങനെയാണല്ലോ അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് നടക്കേണ്ടത്. അപ്പൊ അതുപോലെത്തെ കാലമായിരുന്നു. ഭർത്താവ് മരിച്ച ഭർത്താവിന്റെ ചിതയിൽ തന്നെ ഭാര്യയും അതിൽ തന്റെ ദേഹത്യാഗം ചെയ്യും. പക്ഷെ ഇവിടെ മാദ്രി ചെയ്തു, പക്ഷെ കുന്തി ചെയ്തില്ല. എന്താ കാരണം? കൊച്ചു കുട്ടികളാണ് ഈ കുട്ടികൾ. ഞാനും പോയി കഴിഞ്ഞാൽ കുട്ടികളാരും നോക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കുന്തി ആ കർമ്മത്തിൽ നിന്ന് പിൻവലിഞ്ഞു. അത് ഞാൻ ചെയ്യാതിരുന്നു. അതാണ് അങ്ങനെയുള്ള കുന്തി ദേവി. പിന്നെ അടുത്ത് പറയണത് ആ പാണ്ഡുവിന്റെ വിശേഷങ്ങളാണ് പറയണത്. യഹാത്തു ഏകവീരഹ, അദ്ദേഹം ഒരേ ഒരു വീരനായിരുന്നു, അതിരഥനായിരുന്നു അദ്ദേഹം. അതിരഥനും ധനുസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. വില്ലും തന്റെ അമ്പും വില്ലും മാത്രമേ ഉള്ളൂ. അതായിരിക്കുന്ന അദ്ദേഹം ഒരുപാട് ദിഗ്വിജയങ്ങൾ നടത്തി. പാണ്ഡു അത്രയും യുദ്ധ നൈപുണ്യങ്ങളുള്ള ആളാണ്. ഒരുപാട് അദ്ദേഹം ദിഗ്വിജയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെ പറയും ചതസ്രഹ കകുഭക വിജിക്ക്. 4 ദിക്കുകൾ, ചതസ്രഹ പറഞ്ഞ 4 കകുഭക പറഞ്ഞ ദിക്കുകള്, 4 ദിക്കുകളും വിജിക്ക്. അങ്ങനെയുള്ള ആ ജയിച്ചവനുമായിരിക്കുന്ന ഏകവീരനുമായിരിക്കുന്ന അതിരഥനുമായിരിക്കുന്ന ആ പാണ്ഡു ഇല്ലാതെ തന്നെ, ആ പാണ്ഡു മരിച്ചതിന് പിന്നെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ആ കുന്തി ദേവി ആ തന്റെ ജീവനെ ധരിച്ചുവല്ലോ. അഹോ കഷ്ടം തന്നെ. ഒരു സങ്കടം തോന്നുകയാണ് ഇവിടെ. ആ കുന്തിയുടെ മഹിമ പറയാം. ആ കുന്തി കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ആ കുന്തിയുടെ കാര്യം പറഞ്ഞിട്ട് അടുത്ത ഇത് പറയണു. വിതുരര് പറയണു, കഷ്ടം എന്റെ ചേട്ടന്റെ കാര്യമോ ആലോചിച്ചു കഴിഞ്ഞാൽ അവിടെ കുന്തി ദേവി കുട്ടികൾക്ക് വേണ്ടി എന്ത് കഷ്ടം സഹിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് ആ കുന്തി വളർത്തിയത് കൊണ്ടാണ് ആ കുട്ടികൾ ഇത്രയും ഗുണങ്ങള്. നേരെ മറിച്ച് എന്റെ ചേട്ടന്റെ കാര്യം നോക്കൂ, ധൃതരാഷ്ട്രർ. അത് കുട്ടികളുടെ താളത്തിന് തുള്ളി നിന്നിട്ട് അയാൾ നരകത്തിലേക്ക് പോയി, എന്നെ പുറത്തുവാക്കി എന്ന് പറയാണ്. സൗമ്യാനുശോചേതം അധപ്പതന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയഃ നിര്യാപിതോ യേന സുഹൃസ്വപുര്യ അഹം സ്വപുത്രാൻ സമനുവ്രതേന. സ്വപുത്രൻ സമനുവ്രതേന, സ്വന്തം പുത്രന്മാരുടെ താളത്തിന് തുള്ളി നിന്നിരുന്ന ആര്? എന്റെ തം. അത് പറഞ്ഞാല് അധപ്പതന്തം തം, അങ്ങനെ അധപ്പതിച്ചു പോയിരിക്കുന്ന തം. ഇവിടെ ധൃതരാഷ്ട്രയെ പറയണം. ആ ധൃതരാഷ്ട്ര എന്തൊക്കെ ചെയ്തത്? ഞാൻ ആ ധൃതരാഷ്ട്രയെ കൊടുത്ത് അനുശോചെ, ഞാൻ വളരെ ദുഃഖിക്കുന്നു. എന്താണ്? ഭ്രാത്രേ പരേതായ ഭ്രാത്രേ, മരിച്ചുപോയ ആ പാണ്ഡു സ്വന്തം സഹോദരന്റെ കുട്ടികളെ വിദുദ്രുഹേ യഹ, ഈ ധൃതരാഷ്ട്രര് കണ്ടമാനം ദ്രോഹിച്ചു. എന്നുവെച്ചാൽ ആ കുട്ടികളെ ദ്രോഹിക്കുന്നത് തന്നെ സ്വന്തം അനിയനെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് അല്ലെ? കുട്ടികളെ അച്ഛൻ തന്നെയാണ് മക്കളായിട്ട് പറക്കുന്നതെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ആ പാണ്ഡവരെ ദ്രോഹിച്ചാലും അത് ആരെ ദ്രോഹിക്കുന്ന സമമാണ്? സ്വന്തം അനിയനെ ദ്രോഹിക്കുന്ന സമമാണ്. അങ്ങനെയുള്ള ആ മരിച്ചുപോയ ആ തന്റെ അനിയനെ അനിയനായിക്കൊണ്ട് ഒരുപാട് ദ്രോഹങ്ങൾ ഈ ആര് ചെയ്തു? ഈ ധൃതരാഷ്ട്രർ ചെയ്തു. എന്ത് കാരണം? സ്വപുത്രൻ അനുവ്രതേന, തന്റെ പുത്രന്മാരുടെ അനുസരിച്ച് നടക്കുന്നതുകൊണ്ട്, പുത്രന്മാരുടെ ആ താളത്തിന് തുള്ളി, നമ്മുടെ ഭാഷയിൽ പറയില്ലേ താളത്തിന് തുള്ളി നിൽക്കുന്ന അച്ഛൻ. അത് മാത്രമല്ല, ദര്യാപിതോയേന സുഹൃത്ത് സ്വപുര്യ. സുഹൃത്ത് പറഞ്ഞാല് എപ്പോഴും നല്ല ഹൃദയമുള്ളവൻ, എപ്പോഴും
നല്ല കാര്യങ്ങൾക്കായിട്ട് നിന്നു കൊടുക്കുന്നത്. അപ്പൊ ഈ വിതുരൻ പറയാണ്, ഞാനാണെങ്കിൽ എപ്പോഴും ധൃതരാഷ്ട്രക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എപ്പോഴും സഹായം ചെയ്തു കൊടുക്കും, എന്ത് വഴി ഞാൻ ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ സുഹൃത്തായിരുന്നു ഞാൻ ആ ധൃതരാഷ്ട്ര ചേട്ടന്റെ. അങ്ങനെയുള്ള ചേട്ടൻ ഈ മക്കളെ അനുസരിച്ച് എന്നെ അവിടുന്ന് പുറത്താക്കി എന്ന് പറയാണ്. നിര്യാപിതോയാന സുഹൃസ്വ വിദ്യ അഹം, എന്നെ അവര് പുറത്താക്കുക. അങ്ങനെയുള്ള ആ ധൃതരാഷ്ട്രം, ഇങ്ങനെയുള്ള അധപ്പതിച്ചു പോയ ആ ധൃതരാഷ്ട്രയെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയാണ്. പക്ഷെ ദുഃഖമില്ല, അടുത്ത ശ്ലോകത്തിൽ ആ ദുഃഖമില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഭഗവാന്റെ മായ തന്നെയാണ്. എനിക്ക് അതൊക്കെ അങ്ങനെ വരാം, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ അതുകൊണ്ടൊരു അവസരം വന്നു. എനിക്ക് ആ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ എനിക്കിതൊന്നും സാധിക്കില്ല. ആ കൊട്ടാരം വിട്ട് പുറത്തേക്ക് വന്നപ്പോ എനിക്ക് ആ നല്ല ഭഗവാനെ, ലോകം കാണുന്നതെല്ലാം ഭഗവാനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. നന്നായി എന്നൊക്കെ പറയും. സന്തോഷം. അത് ഭഗവാൻ ചെയ്ത അനുഗ്രഹമാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സോഹം ഹരേർ മർത്യവിടംബനേന ദൃശോ നൃണാം ചാലയതോ വിധാതുഹു നാന്യോപലക്ഷ്യ പദവീം പ്രസാദാത് ചരാമി പശ്യൻ ഗതവിസ്മയോത്ര. അപ്പൊ അവിടുന്ന് പുറത്തേക്ക് വന്നതിന്റെ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. അങ്ങും ദുഃഖിക്കേണ്ട, ഞാൻ പുറത്തായതിനെ കുറിച്ച് അങ്ങും ദുഃഖിക്കേണ്ട. ഇതിനൊരു പറയണ ഉദരവരുടെ എനിക്ക് സന്തോഷമാണ്. ഇതൊക്കെ ഭഗവാന്റെ പ്രസാദമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അതാണ് സോ അഹം, അങ്ങനെയുള്ള ഞാൻ ഹരേഹെ ഭഗവാനെ, ആ മർത്യവിടംബനേന ഹരേഹെ അല്ലെ, ഭഗവാന്റെ മനുഷ്യാവതാരം എടുത്തുള്ള മനുഷ്യലീല, ആ മനുഷ്യാവതാരം എടുത്താടുന്ന ഭഗവാന്റെ ലീലകളെ കണ്ട് ലീലകളാൽ ആ നൃണാം ദൃശഹ ചാലയതഹ, ആ മനുഷ്യരുടെ കണ്ണുകളെ മുഴുവൻ ഭഗവാന്റെ ഓരോരോ മനുഷ്യ ശരീരം എടുത്ത് ലീലകളാടുമ്പോൾ അതിലൊക്കെ ഓരോ ലീലകളും എന്താണ് പറയണത്? നൃണാം ദൃശഹ ചാലയതഹ, മനുഷ്യന്മാരുടെ കണ്ണിന് ഓരോ ഭ്രമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലീലകളാണ് ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള വിധാതുവായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, അല്ലെങ്കിൽ സൃഷ്ടികർത്താവായിരിക്കുന്ന ആ ഭഗവാന്റെ പ്രസാദാത്, ആ ഭഗവാന്റെ പ്രസാദത്താൽ ഞാൻ അന്യോപലക്ഷ്യ പദവി, എന്റെ പദവി മറ്റുള്ളവരാൽ കാണപ്പെടാതെ, അതൊരു അനുഗ്രഹം അല്ലെ. മറ്റുള്ളവരാരും എന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ ഒരു അപധൂത വേഷമാണല്ലോ ഇപ്പോ. ഉദ്ധവർക്ക് തന്നെ മനസ്സിലായാവോ എന്നറിയില്ല, വിദുരരെ കണ്ടപ്പോൾ മനസ്സിലായോ എന്നറിയില്ല. അതുപോലെ ഒരു അവധൂത വേഷമായിട്ടാണല്ലോ അദ്ദേഹം നടക്കണം. ആർക്കും കണ്ടാൽ മനസ്സിലാവാത്ത ശരീരത്തിനെ കുറിച്ച് ചിന്തയില്ല, നമ്മൾ മുമ്പിൽ കണ്ടുല്ലോ. അത് അന്യ ഉപലക്ഷ്യക, മറ്റുള്ളവർക്കൊന്നും കാണപ്പെടാത്ത വിധത്തിൽ ഞാനിങ്ങനെ ഗതവിസ്മയോത്ര, ഒരു വിസ്മയവും കൂടാതെ, ഒരു അത്ഭുതവും കൂടാതെ, കാണുന്നതെല്ലാം ഈശ്വര സ്വരൂപങ്ങളാണ്, ഈശ്വരന്റെ ലീലയാണ് എന്നെല്ലാം കണ്ടുകൊണ്ട്, അതുകൊണ്ട് എനിക്കൊരു അത്ഭുതവും ഇല്ല, എനിക്കൊരു വിസ്മയവും ഇല്ല, ഒരു ഭ്രമവുമില്ല എനിക്ക്. അങ്ങനെയുള്ള ഗതവിസ്മയനായിട്ട് ഞാനിങ്ങനെ അത്ര ചരാമി, ഇതെല്ലാം കണ്ടുകൊണ്ട്, ഭഗവാന്റെ ലീലകളാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ ചരാമി, നമ്മളെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സോഹം ഹരേ മർത്യവിടംബനേനാദൃശോ നൃണാം ചാലയതോ വിധാതുഹു നാന്യോപലക്ഷ്യ പദവീം പ്രസാദാത് ചരാമി പശ്യൻ ഗതവിസ്മയോത്ര. അപ്പൊ ഇവിടെ ഒരു സംശയം വരെയാണ്, ഭഗവാൻ എന്തുകൊണ്ടാണ്, ഭഗവാൻ എല്ലാം ശക്തിയുണ്ട്, എന്തിനാണ് ഈ ദുര്യോധനാദികളുടെ ഈ ക്രൂരതയൊക്കെ കണ്ടുകൊണ്ട്, ആ പാണ്ഡവന്മാർക്ക് ചെയ്യുന്ന ദ്രോഹം കണ്ടുകൊണ്ട് എന്തിനാണ് ഭഗവാൻ ഇരുന്നത്? ഭഗവാൻ ഒരു നിമിഷം വിചാരിച്ചാൽ മതി, ഈ ദുര്യോധന, ഈ ഭഗവാന്റെ അവതാരം തന്നെ അതിനാണല്ലോ. ഇങ്ങനെയുള്ള ദുഷ്ടരാജാക്കന്മാരെ, ദുഷ്ടന്മാരെ, സജ്ജനങ്ങളെ ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കണം, ഭൂമിക്ക് ഭാരമായിരിക്കുന്നവരൊക്കെ ഇല്ലാതെയാക്കണം. പക്ഷെ ഭഗവാൻ എന്തുകൊണ്ട് ഇത് കൗരവന്മാരുടെ അടുത്ത് ചെയ്തില്ല? അതാണ് ഭഗവാൻ എന്തിനിത്ര താമസിച്ചു, എന്തിനാ താമസിച്ചത്? അതൊക്കെ ഭഗവാന്റെ ഒരു ഉദ്ദേശങ്ങൾ ഉണ്ടാവുന്ന ഇവിടെ പറയണതാണ്. ഭഗവാന്റെ ഒക്കെ എല്ലാം ആ സമയത്ത് നടക്കേണ്ടത് മതി. ഭഗവാൻ കാത്തിരുന്നു, നന്നാവണെങ്കിൽ നന്നാവട്ടെ, നന്നാവോ എന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ദുര്യോധനകൾക്ക് അപ്പൊ തന്നെ, അല്ലെങ്കിൽ ഇത് കാണുമ്പോ തന്നെ ഉടനെ തന്നെ അവരെ കൊന്നുകളയാമായിരുന്നു ഭഗവാനും ഒരു മാനഹാനി ഉണ്ടായില്ലേ? ദൂത് കൊണ്ടുപോയപ്പോൾ അവിടെ അപമാനിച്ചു വിട്ടു, ആ സഭയിൽ വെച്ച് ദുര്യോധനാദികൾ അപമാനിച്ചു വിട്ടു. ഇതൊക്കെ ഭഗവാനെ ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് ഭഗവാൻ അതൊന്നും ചെയ്തില്ല? ഈ ദുര്യോധനാദികൾ അപ്പൊ തന്നെ ഇവരൊക്കെ വധിച്ചു കളഞ്ഞില്ല. അതിന് കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഭഗവാന്റെ എല്ലാത്തിനും ഒരു കാലവും കണക്കൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ട് എല്ലാം നടക്കുള്ളൂ. എന്തുകൊണ്ടാ ചെയ്തില്ല എന്ന് ഭഗവാൻ നമുക്കറിയാം. എന്തുകൊണ്ട് ഞാൻ ഇത്രയേറെ എനിക്കിപ്പോ കിട്ടിയില്ല? എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയം വരുമ്പോഴേ എല്ലാം നടക്കുള്ളൂ. അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ ദുര്യോധനാദികളെ ആ സമയത്തൊന്നും വധിക്കാതിരുന്നത്, യുദ്ധം വരെ എത്തിച്ചു അല്ലെ. അതാണ് അടുത്ത ശ്ലോകം പറയുന്നത്. നൂനം നൃപാണാം ത്രിമത ഉത്പഥാനാം
മഹീം മുഹൂചാലയതാം ചമോഭിഃ വധാൽ പ്രപന്നാതി ജിഹീർഷയ ഈശോഭി. അങ്ങനെ വരും. ജിഹീർഷയ ഈശോഭി ജിഹീർഷയേശോഭി ഉപേക്ഷത അഖം ഭഗവാൻ കുരൂണാം. തീർച്ചയായിട്ടും ആ ത്രിമത ഉത്പഥാന നൃപാണാം ത്രിമതങ്ങൾ, 3 തരം മതങ്ങളാണ് മനുഷ്യന് അഹങ്കാരം ഉണ്ടാകും. മനുഷ്യനായാലും രാജാക്കന്മാരായാലും ഒക്കെ എന്തൊക്കെയാണ്? ഒന്ന്, വിദ്യ കൊണ്ടുള്ള അഹങ്കാരം വരും. ഞാൻ വലിയ വിദ്യ നല്ലോണം നേടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു അഹങ്കാരം ഉണ്ടാവും. പിന്നെ ധനം കൂടുതലുണ്ടായെങ്കിൽ അത് അഹങ്കാരം വരും. പിന്നെ വംശം ഞാൻ നല്ല കുലത്തിലാണ് ജനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു അഹങ്കാരം ഉണ്ടാവും. ഇതാണ് ത്രിമതങ്ങൾ, 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ. അതുകൊണ്ട് ഉത്പഥന്മാരെ, ആ ധർമ്മമാർഗം വിട്ടു നടക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ള നൃപാണാം രാജാക്കന്മാരും അതേപോലെ തന്നെ ഈ അഹങ്കാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ മഹിയെ, ഈ ഭൂമിയെ നിരന്തരം നിരന്തരം സമൂപിഹി ചാലയത, തന്റെ സൈന്യങ്ങളെ കൊണ്ട് അതിനെ ചലിപ്പിച്ചു കളയുന്നു. എന്നുവെച്ചാൽ എപ്പോ നോക്കിയാലും യുദ്ധം ചെയ്യണു ഇവര്. അങ്ങനെയുള്ള എന്താ ഈ അഹങ്കാരമാണ് അവർക്ക് അതിനെ യുദ്ധത്തിന് കാരണമാക്കുന്നത്. ഈ അഹങ്കാരം കാരണം ഇങ്ങനെയുള്ള രാജാക്കന്മാര് ഈ ഭൂമിക്ക് സദാസമയവും അവര് ഭൂമിക്ക് കഷ്ടമുണ്ടാക്കി കൊടുക്കണം. സൈന്യങ്ങളെ നിറച്ച് സൈന്യങ്ങളെ കൊണ്ട് സകലതിന് കൊന്ന് അങ്ങനെയൊക്കെയുള്ള ഭൂമിക്ക് തന്നെ ഒരു കഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. മഹീം മുഹു ചാലയതാം ചമോഭിഹി. അങ്ങനെയുള്ള രാജാക്കന്മാരെ വധത്തിൽ നിന്ന് ഭഗവാൻ ഉപേക്ഷ കാണിച്ചു. എന്തുകൊണ്ടാണ്? പ്രപന്നാർത്തി ജീർഷയ ഈശോഭി. ചില ഈ പാടവന്മാരൊക്കെ ഭഗവാനെ ശരണം പ്രാപിച്ചതാണ്. എന്നാൽ തന്നെ ശരണം പ്രാപിച്ചവരുടെ ദുഃഖങ്ങളെല്ലാം തീർത്തു കളയാൻ ആഗ്രഹിക്കുന്ന, ഇല്ലാതെയാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ഈശോഭി പറഞ്ഞാൽ സർവശക്തനായിരുന്നിട്ടും, ഇതൊക്കെ ചെയ്യാൻ എല്ലാ കഴിവും ഉണ്ടായിട്ടും സർവശക്തനായിരുന്നിട്ടും കൂടി ഭഗവാൻ ഇവരെ വധിക്കാതെ, ഇവരെ വധത്തിൽ നിന്ന്, ഈ ദുര്യോധനാദികളെ വധത്തിൽ നിന്ന് കുരൂണാം അഖം ഉപേക്ഷത, അവരുടെ പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നർത്ഥം. ഭഗവാൻ അവരുടെ പാപങ്ങളെന്നും ആ പാപം ചെയ്ത ഉടനെ തന്നെ അവർക്കുള്ള ആ ശിക്ഷ കൊടുത്തില്ല. എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അത് ഉത്തരം ഇവിടെ പറയുന്നില്ല. ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം. ഉത്തരം എന്താണ്? ഭഗവാൻ എല്ലാത്തിനും ഒരു കാലത്തെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാം അതാത് സമയം വരുമ്പോഴേ എല്ലാം നടക്കുള്ളൂ. ചില സമയം കൊടുത്തതായിരിക്കാം. ഇവർക്ക് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. എത്രത്തോളം ഇവർ പാപം ചെയ്യുന്നുണ്ടോ, വല്ലാണ്ട് പാപം ചെയ്യുന്നു, ഉപദ്രവിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ വധിക്ക തന്നെ രക്ഷയുള്ളൂ. അപ്പൊ അതുവരെ ഭഗവാന് കുറച്ചു നേരം കാത്തു നിൽക്കുകയാണ്. അതാണ് ഇത്രയും സമയം വൈകിയത് എന്ന് പറയാണ്. ഇവർക്ക് ഉപേക്ഷ കാണിച്ചത്, ഇവരുടെ പാപങ്ങളൊക്കെ ചെയ്യണ കണ്ടിട്ടും വിദ്രോഹങ്ങൾ ചെയ്യണ കണ്ടിട്ടും ഭഗവാൻ അവരോട് നട്ടൊരു ഉപേക്ഷ കാണിച്ചു. ഒരു വേണ്ട, ഇപ്പൊ വേണ്ട, ഇവരെപ്പോ കൊല്ലണ്ട എന്നുള്ള ഒരു ഉപേക്ഷ ഭഗവാൻ കാണിച്ചതിന്റെ കാരണം അതായിരിക്കാം എന്ന് പറയാണ്. അങ്ങനെയാണ് നൂനം എന്നാ പറയണത്. നൂനം പറഞ്ഞാൽ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. നൂനം നൃപാണാം ത്രിമത ഉത്പഥാനാം മഹീം മുഹൂചാലയതാം ചമോഭിഹി വധാൽ പ്രപന്നാതി ജിഹീർഷയ ഈശോഭി ഉപേക്ഷതാഖം ഭഗവാൻ കുരൂണാം. അടുത്ത് പറയണം, ഭഗവാന്റെ ജന്മം തന്നെ എന്തിനാണ്? ശരീരം ഭഗവാൻ ധരിച്ചത് എന്തിനാണ്? അതൊക്കെ ലോകത്തിൽ ഭഗവാൻ ഒരു ഉദ്ദേശങ്ങളുണ്ട്. അതാണ് അടുത്ത ശ്ലോകം പറയണു. അജസ്യ ജന്മ ഉത്പഥനാശനായ കർമാണി അകർത്തുഹു ഗ്രഹണായ പുംസാം നന്നു അന്യഥാ കോ അർഹതി ദേഹയോഗം പരോ ഗുണാനാം ഉദ കർമ്മതന്ത്രം. അജസ്യ ജന്മ, ഭഗവാന് ജനന മരണങ്ങളൊന്നുമില്ലാത്ത, അജനായിരിക്കുന്ന ജന്മാദികളില്ലാത്ത ഭഗവാന്റെ ജന്മം. അജസ്യ ജന്മ എന്തിനാ? ഉത്പഥനാശനായ, ധർമ്മമാർഗം തെറ്റി നടക്കുന്ന അങ്ങനെ ദുഷ്ടന്മാരെ നശിക്കുവാനായിക്കൊണ്ടും. പിന്നെ അകർത്തുഹു, ഭഗവാന് കർത്തൃത്വമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു, അങ്ങനെയുള്ള കർത്തൃത്വ ബോധമില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമില്ല. എന്നാലും ഭഗവാൻ ചെയ്യണു. എന്താണ്? കർത്തൃത്വമില്ലാത്ത ഭഗവാൻ കർമ്മങ്ങളും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ ഗ്രഹണായ പുംസാം, അതാണ് അവിടെ പ്രധാനം. ഇതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്, എന്താണ് ധർമ്മം, എന്താണ് കർമ്മം, എങ്ങനെ ചെയ്യണം, എന്താണ് ധർമ്മം എന്നൊക്കെ ലോകത്തിന് അജ്ഞതയും മുങ്ങിക്കിടക്കുന്ന ആ ലോകത്തിന് വേണ്ടിയിട്ട് ഗ്രഹണായ പുംസാം, അവർക്ക് ആ സത്കർമ്മങ്ങൾ എന്താണ്, സദ്ധർമ്മങ്ങൾ എന്താണെന്നൊക്കെ
കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ആ ശരീരം എടുത്തു കഴിഞ്ഞാൽ വളരെ ദുഃഖമാണ് അനുഭവിക്കേണ്ടതെന്ന് അറിയാം. ഒരു ശരീരം ഒരാൾ എടുത്തു കഴിഞ്ഞാല് അതിൽ നിന്ന് ആ ശരീരത്തിൽ കൂടി സുഖമല്ല ഉണ്ടാവുക. ശരീരത്തിൽ നിന്ന് എപ്പോഴും ദുഃഖങ്ങളെ ഉണ്ടാവുള്ളൂ. ശരീരം എടുത്തവന് ദുഃഖങ്ങളേ ഉള്ളൂ. അത് മനുഷ്യനായാലും ശരി, മൃഗങ്ങളായാലും ശരി, ആരായാലും ശരി, ദുഃഖമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും ഭഗവാൻ ശരീരം എടുത്തു. ഭഗവാന് ശരീരം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനു ശരീരം എടുത്തു? അതിന്റെ ഉത്തരാണ് ഈ പറയണത്. അതാണ് ഇതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കഷ്ടതൊക്കെ അനുഭവിച്ചത്. അത് കർമാണി അകർത്തു ഗ്രഹണായ പുംസം നനു അന്യത അതല്ലാന്നുണ്ടെങ്കിൽ ഈ ദേഹയോഗം, ഈ ശരീരധാരണം എന്താണ്? ഭഗവാൻ പരോ ഗുണാന അല്ലെ, ഗുണങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്ന നിർഗുണനായിരിക്കുന്ന ഭഗവാൻ ഈ ദേഹയോഗവും ഈ ശരീരധാരണവും അതുപോലെ തന്നെ ശരീരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളുമുണ്ട്, കർമ്മങ്ങളും ഒക്കെ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? കോ അർഹതി, അത് ചോദിക്കണം. ഇവിടെ ചോദ്യമാണ് കോ അർഹതി, അത് ഭഗവാനെ അറിയിക്കുന്നുണ്ടോ? കഹ അർഹതി, ഇതൊക്കെ ഭഗവാൻ അറിയിക്കുന്നുണ്ടോ? അപ്പൊ അന്യത അപ്പൊ എന്താ ഭഗവാൻ അത് അല്ലായിരുന്നെങ്കിൽ, പക്ഷെ ഭഗവാൻ ഇപ്പൊ ഇതൊക്കെ എടുത്തത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് ഭഗവാൻ ഇത്രയും ആ ദുഃഖകരമായിരിക്കുന്ന ശരീരധാരണം ഭഗവാൻ എടുത്തത്. പക്ഷെ ഭഗവാൻ ദുഃഖമൊന്നുമില്ല, ഭഗവാൻ മായയ്ക്ക് അതീതനാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ കൂടി വരുന്ന എന്തെല്ലാം ദുഃഖങ്ങൾ, ഇപ്പൊ യുദ്ധം കൊണ്ട് അവിടെ ശരീരം മുറിയുന്നുണ്ട്, പലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഭഗവാന് വേദനയുണ്ടാക്കുന്നില്ല, ഭഗവാൻ കഷ്ടതയുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ മായയ്ക്ക് അതീതരാണ്. അതുകൊണ്ട് നമ്മൾക്ക് തോന്നും ഈശ്വര ഭഗവാൻ എത്ര കഷ്ടപ്പെടണം, എത്ര യുദ്ധം ചെയ്യണം, എന്തിനാ എത്ര കഷ്ടപ്പെടണേ അല്ലെ? ആ കുട്ടിയായിരിക്കുമ്പോ ഓരോ അസുരന്മാര് വരണു, കൊല്ലാൻ വരണു. പക്ഷെ നമുക്ക് തോന്നുന്നു കാണുമ്പോ അയ്യോ പാവം ആ കുട്ടി എത്ര കഷ്ടപ്പെടുന്നു. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് അതൊന്നുമില്ല. അതൊക്കെ നമുക്കാണ്, നമ്മളൊക്കെ മായയിൽ മുങ്ങിയിരിക്കുന്നവരാണ്, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഭഗവാൻ മായ അതീതനായത് കൊണ്ട് ഇതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, ഇതൊക്കെ. അജസ്യ ജന്മോത്പഥനാശനായ കർമാണി അകർത്തു ഗ്രഹണായ പുംസാം നന്നു അന്യഥാ കോ അർഹതി ദേഹയോഗം പരോ ഗുണാനാം ഉദ കർമ്മതന്ത്രം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി വിദുരര് പറയാണ് തസ്യ പ്രപന്നാഖില ലോകപാനാം അവസ്ഥിതാനാം അനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ യദുഷു അജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേഹേ. അതവിടെ പറയണത്. ഇതൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരുടെ ചോദ്യം, അവരൊക്കെ സുഖായിരിക്കുന്നുണ്ടോ ചോദിച്ച് ലാസ്റ്റില് എന്താ പറയാൻ പറഞ്ഞത് ചോദിക്കണോ? തസ്യ അങ്ങനെയുള്ള പ്രപന്ന അഖില സ്വേ അനുശാസന അവസ്ഥിതാന, തന്റെ ശാസനകൾ, തന്റെ ധർമ്മമര്യാദകൾ ഒക്കെ ആരൊക്കെയാണോ അനുവർത്തിക്കുന്നത്, തന്റെ ആജ്ഞകളെല്ലാം സ്വേ അനുശാസനെ അവസ്ഥിതാനാം, അതിൽ സ്ഥിതി ചെയ്യുന്നവരും പ്രപന്ന അഖില ലോകപാനം അഖില ലോകപാനം പ്രപന്നകൾ, എല്ലാ ലോകപാലകന്മാരും ശരണം പ്രാപിച്ചിരിക്കുന്ന സകല ലോകപാലകന്മാർക്കും വേണ്ടിയിട്ട് അവരുടെ അർത്ഥായ, അവരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് അർത്ഥായ, അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ അജനായിരിക്കും ജന്മമില്ലാത്ത ഭഗവാൻ യദുഷു ജാതസ്യ, അങ്ങനെയുള്ള യാദവകുലത്തിൽ ജനിച്ചിരിക്കുന്ന ആ തീർത്ഥകീർത്തേഹേ, ആ പുണ്യകീർത്തിയായിരിക്കുന്ന ആ ഭഗവാന്റെ വാർത്താം സഖാവേ കീർത്തയ, വാർത്താം കീർത്തയ, ആ ഭഗവാന്റെ വാർത്തകളെ ലീലകളെ കീർത്തിച്ചാലും സുഹൃത്തെ എന്ന് പറയാണ്. ഇവിടെ ഇതൊരു ലാസ്റ്റിൽ ചോദിച്ചത് ഭഗവാനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഭഗവാന്റെ ലീലകൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയത്. അപ്പൊ മറ്റുള്ളവരൊന്നും പറയുന്നില്ല. ഉദ്ധവരും അടുത്ത ഉദ്ധവരും പറയുന്നില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ. അത് ആ ഭഗവാന്റെ ലീലകൾ തന്നെയാണ് പ്രധാനം പറയണത്. ഉദ്ധവർക്ക് കേൾക്കാനും അത് ഇഷ്ടമാണ്, വിദുരർക്ക് അറിയാനുള്ളതും അതാണ്. ഭഗവാന്റെ ലീലകളാണ് കേൾക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം, കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഹരിയും ടീച്ചർ ആ പ്രീവിയസ് ശ്ലോകത്തില് നിങ്ങൾ പറഞ്ഞു അല്ലേ, ലോകത്തിന് ധർമ്മം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. 44ാമത്തെ ശ്ലോകം. അപ്പൊ അത് ഇതിക്ക് മുമ്പത്തെ ശ്ലോകം, അതായത് 44th അല്ലേ, 44th. അപ്പൊ അവിടെ രാമാവതാരുടെ വിഷയത്തില് നമ്മൾ അങ്ങനെ പറയും മർത്യ ശിക്ഷാർത്ഥമേവം. അപ്പൊ ചിലപ്പോ അവർ രാമാവതാരം കൃഷ്ണാവതാരം ഡിഫറൻസ് പറയുമ്പോൾ അങ്ങനെ പറയുമെങ്കിൽ അവിടെ ധർമ്മം കാട്ടിക്കൊടുക്കാൻ
വേണ്ടി അവിടെയും ഇവിടെ ഈശ്വരത്വം കാണിച്ചു കൊടുത്തു അങ്ങനെ. ഈശ്വരത്തെ കാണിച്ചു കൊടുക്കാൻ അല്ല, എല്ലാ അവതാരങ്ങളും അത് തന്നെയാണ്, ഉദ്ദേശങ്ങൾ തന്നെയായിരിക്കുമല്ലോ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ, ലോകത്തിന് ഓരോരോ ധർമ്മം കാണിച്ചു കൊടുക്കാൻ. അവിടെ രാമാവതാരം കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണാവതാരം വരണത്. രാമാവതാരം ത്രേതായുഗത്തിൽ നടന്നതാണ്, ഇത് ദ്വാപരയുഗത്തിൽ നടന്നതാണ്. യുഗങ്ങളൊക്കെ മാറി അപ്പോഴേക്കും ആൾക്കാരുടെ സ്വഭാവങ്ങളും പിന്നെയും മോശമായിട്ട് പോകുന്നുണ്ടല്ലോ. കൂടുതൽ കലിയുടേത് വരുമ്പോ ധർമ്മം നശിച്ചു പോകുന്നുണ്ടല്ലോ. ത്രേതായുഗത്തിലുകൾ നശിച്ചു പോയി ദ്വാപരയുഗം വന്നപ്പോഴേക്കും. അപ്പോ അതിൽ നിന്നൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ അപ്പൊ അവിടെ കൃഷ്ണാവതാരം എടുത്ത് ആ ധർമ്മത്തെ, ശരിയായ ധർമ്മത്തെ കാണിച്ചു കൊടുക്കണം. അതായത് ധർമ്മം തെറ്റി നടക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു, ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്, നന്നാവാനായിട്ട് അവസരം കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ മുമ്പിലത്തെ 42 അതെ ടൈം അവസരം കൊടുത്തിട്ടും അവര് നന്നാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇല്ലാതെയാക്കുക. അതാണ് അത് ലോകത്തിൽ നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ. നോക്കുക, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ, എത്രയോ ആൾക്കാർ കട്ടുമുടിച്ച് ഓരോന്നിരിക്കുന്നുണ്ട്. എത്ര കാലം ഒരു 10 കൊല്ലം അവർ കട്ടുമുടിക്കുന്ന ഒരിക്കൽ അവർ പിടിക്കപ്പെടുന്നവര് അല്ലേ? അവർക്ക് രക്ഷ കിട്ടുന്നില്ല. എത്ര സാധനങ്ങൾ കട്ടാലും പിടിച്ചാലും അത് ആരായാലും ശരി, ഒരു നാൾ അവർ പിടിച്ചിരിക്കും. അപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ അവർ അതുവരെ കട്ടുവെച്ച എന്തൊക്കെ സാധനങ്ങൾ അത് മുഴുവൻ അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പിന്നീടുള്ള അവരുടെ ജീവിതം നരക ജീവിതം തന്നെ അവർക്ക് അല്ലെ. അതന്നെയാണ് ലോകം. സമയം കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ശരിയാവുകയാണെങ്കിൽ ശരിയാവൂ. പക്ഷെ ശരിയാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോ അവർക്ക് നാശം തന്നെയായിരിക്കും. டீச்சர் தமிழ்ல ஒரு ப்ராவம் இருக்கு, 10 நாள் திருடன் ஒரு நாள் அகப்படுவான். அது மாதிரிதான் 10 நாள் திருடன் ஒரு മലയാളത്തിലുണ്ട്. പല നാൾ കട്ട കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു മലയാളത്തിലും പറയും. ഓക്കെ, വായിച്ചിട്ട് നിർത്താം. 25 സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേഹ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഢം പ്രണയേന ഭദ്രം സ്വാനാം അപൃച്ഛത് ഭഗവത് പ്രജാനാം കച്ചി പുരാണൗ പുരുഷസ്വനാഭ്യാപാത്മാനുവൃത്യേഹ കിലാവതീർണൗ ആസാദ ഉർവ്യാ കുശലം വിധായ കൃതക്ഷണൗ കുശലം ശൂരഗേഹേ കച്ചി കുരൂണാം പരമസുഹൃന്നോ ഭാമ സ ആസ്തേ സുഖം അംഗ ശൗരിഹി യോ വൈ സുസൃണാം പിതൃവദ്ദദാതി വരാൻ വദാന്യോ വരതർപ്പണേന കച്ചിവരോധാധിപതിര്യദൂനാം പ്രദ്യുമ്ന ആസ്തേ സുഖം അംഗവീരഃ യം രുക്മിണീ ഭഗവതോ അപിലേഭേ ആരാധ്യ വിപ്രാൻ സ്മരം ആദിസർഗേ കച്ചി സുഖം സാത്വത വൃഷ്ണിഭോജ ദാശാഖാണാം അധിപ സ ആസ്തേ യം അഭ്യഷിഞ്ച ശതപത്രനേത്രോ നൃപാസരാശാം പരിഹൃത്യ ദൂരാത് കച്ചിത് ഹരേ സൗമ്യ സുത സദൃക്ഷ ആസ്തേ അഗ്രണീരഥിനാം സാധു സാംബഃ അസൂദയം ജാംബവതീ വ്രതാഢ്യ ദേവം ഗുഹം യോ അംബികയാ ധൃതോ അഗ്രേ ക്ഷേമം സ കച്ചി യുധാന ആസ്തേ യ ഫാൽഗുനാ ലബ്ധധനൂരഹസ്യഃ ലേഭേ അഞ്ജസ അധോക്ഷജ സേവയൈവ ഗതിം തദീയാം യതിഭിർദുരാപാം കച്ചിബുധ സ്വസ്തി അനമേവ ആസ്തേ ശഫൽകപുത്രോ ഭഗവത് പ്രപന്നഃ യ കൃഷ്ണപാദാങ്കിത മാർഗപാം സുഷു അജേഷ്ഠത പ്രേമ വിഭിന്ന ധൈര്യഃ കച്ചി ശിവം ദേവക ഭോജപുത്ര്യാ വിഷ്ണു പ്രജായാ ഇവ ദേവമാതുഃ യാ വൈ സ്വഗർഭേണ ദധാരദേവം ത്രയീ യഥാ യജ്ഞവിധാനം അർത്ഥം അഭിസ്വിത് ആസ്തേ ഭഗവാൻ സുഖംബോ യ സാത്വതാം കാമദുഃഖോ അനിരുദ്ധഃ യം ആമനന്തി സ്മ ശബ്ദയോനിം മനോമയം സത്വതുരീയ തത്വം അഭിസ്വിതന്യേ ച നിജാത്മദേവം അനന്യവൃത്യാസം അനുവ്രതായേ ഹൃദീക സത്യാത്മയ ചാരുദേഷ്ണാഗതാദയ സ്വസ്തി ചരന്തി സൗമ്യ അഭിസ്വദോർഭ്യാം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മ പരിപാധിസേതും ദുര്യോധനോ അതപ്യത യസ് സഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യാം കിം വാ കൃതാഖേഷു അഹം അത്യമർഷി ഭീമോ ഹി ദീർഘതമം വ്യമുഞ്ചത് യസ്യാംഘ്രിപാദം രണപൂർണസേഹേ മാർഗം ഗദായാ ചരതോ വിചിത്രം
കച്ചി യശോധാരതയൂഥപാനാം ഗാന്ധീവധന്വോ ഉപരതാരിഹി ആസ്തേ അലക്ഷിതോ യശരകൂടഗൂഢോ കിരാതോ ഗിരിശത്തുദോഷം യമൗ ഉദസ്വിത്തനയൗ പൃഥായാഃ പാർത്ഥൈവൃതൗ പക്ഷ്മഭിരക്ഷിണീവാം രേമാദ ഉത്ഥായ മൃതേ സ്വരിക്തം പരാസുപർണൗ ഇവ വജ്രിവക്ത്രാത് അഹോ പൃഥാഭി ധ്രിയതേ അർഭകാർത്തേ രാജർഷിവര്യേണ വിനാപിതേന യസ്വ ഏകവീരോ അതിരഥോ വിജിഗ്യേ ധനുർദ്വിജീയ കൗഭചതസ്രഃ സൗമ്യാനുശോചേതം അധപതന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയഃ നിര്യാപിതോ യേന സുഹൃസ്വപുര്യാ അഹം സ്വപുത്രാൻ സമനുവ്രതേന സോഹം ഹരേർമർത്യവിഡംബനേന ദൃശോ നൃണാം ചാലയതോ വിധാതുഃ നാന്യോപലക്ഷ്യ പദവീം പ്രസാദാത് ചരാമി പശ്യൻ ഗതവിസ്മയോ അത്ര നൂനം നൃപാണാം ത്രിമത ഉത്പഥാനാം മഹീം മുഹൂചാലയതാം സമൂഭിഃ വധ പ്രപന്നാതി ജിഹീർഷയേശോഭി ഉപേക്ഷതാ അഖം ഭഗവാൻ പുരൂണാം അജസ്യ ജന്മ ഉത്പഥനാശനായ കർമാണി അകർത്തുഃ ഗ്രഹണായ പുംസാം നന്നു അന്യഥാ കോ അർഹതി ദേഹയോഗം പരോ ഗുണാനാം ഉദാ കർമ്മതന്ത്രം തസ്യ പ്രപന്നാ കില ലോകവാനാം അവസ്ഥിതാനാം അനുശാസനെ സ്വേ അർത്ഥായ ജാതസ്യ യദുഷു അജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. ഓ ശ്രീ ഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ വിതരോദ്ധവ സംവാദേ പ്രഥമോധ്യായഃ. ടീച്ചർ ഒരു മിനിറ്റ് 43வது ശ്ലോകത്തിലെ 3 അഹങ്കാരം കുറിച്ച് ടീച്ചർ പറഞ്ഞല്ലോ. എന്താ അത്? പണത്തെ കുറിച്ച്, ധനം കുറിച്ച്, വിദ്യാഹങ്കാരം, വിദ്യ, ബുദ്ധി, രണ്ടാമത് ബുദ്ധി ഉണ്ട്. വിദ്യ, ധനം, ധനം, പിന്നെ കുലം, വംശം അല്ലെങ്കിൽ കുലം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. ഹലോ ടീച്ചർ, 35th ഫസ്റ്റ് ലൈൻ വായിക്കോ. 35th. അഭിസ്വിത് അന്യേ ച നിജ ആത്മദേവം. സെക്കൻഡ് ലൈൻ അനന്യവൃത്തിയ സമനുവ്രതായേ. ടീച്ചർ 40th ഫസ്റ്റ് ലൈനില് യസ്തു ഏകാണ് വരും അല്ലേ? സ്പ്ലിറ്റ് യഹ തു ഏകവീര, യസ്തു യഹ തു ഏകവീര വരും. യാതൊരുവനാവട്ടെ യഹ തു അവര് വായിക്കുന്നുണ്ടോ? അവര് വായിക്കുന്നുണ്ടോ? സൂര്യന്റെ വീട്, സൂര്യസേനന്റെ വീട്, അതായത് വസുദേവരുടെ വീട്. ഓക്കെ, താങ്ക് യു ടീച്ചർ. ടീച്ചർ 43 ചമൂബിഹി എന്ന് പറഞ്ഞ എന്താ? ചമൂബിഹി പറഞ്ഞാല് ഈ പടകള്, സൈന്യങ്ങള്. ചമൂബി സൈന്യങ്ങള്. പക്ഷെ മാമി വന്നിട്ടുണ്ട്. ആ മാമി മാമിട്ട്. സോ ഫസ്റ്റ് ഡൗട്ട്സ് എല്ലാരും കേട്ടുമ്പോ എല്ലാരോടും ആയാച്ചിനാ ഞാൻ മാമിട്ട് ചൊല്ലേൻ. ഡൗട്ട്സ് കഴിഞ്ഞോ എല്ലാവർക്കും? ഹരിയോ, എല്ലാവരുടെ സംശയം കഴിഞ്ഞോ? കഴിഞ്ഞതുകൊണ്ട് ஓகே. ஜானகி மாமி, நீங்கள் வாசிச்சுங்கோ உங்களோட போர்ஷன். அன்மியூட் பண்ணிங்கோ. அங்க சரோஜினி மாமி அன்மியூட் பண்ண சொல்லுங்கோ. மைக்க ஜஸ்ட் டச் பண்ணுங்க. അവിടെ മാമി അൺമ്യൂട്ട് ആയിട്ടില്ലേ? ശരി. 13 തൊട്ട് വായിക്കൂ. പുരുഷ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യം മത്യ ഉഷ്ണാസി കൃഷ്ണാഭിമുഖോ ഗതശ്രീ സ്ത്രീ കുലകൗശലായ ഇത്യൂചിവാം തത്ര സുയോധനേന പ്രവൃത്തകോപസ്ഫുരിതാന്തരേണ അസത്കൃതഃ
स्पृहणीयशीलः चक्तासु कर्णानु दशौ बलेन കർണാനുജ കർണാനുജ എന്ന് പറയും. കർണാനുജ സൗബലേന. कर्णानुजसी बलेन सत्कयेन मत्रोपजुहावजेह्यम् दास्यासुतं यत् बलिनेव पुष्टः तस्मिन् प्रदीप परकृत्य आस्ते निर्वास्यमासु पुरात्रसानः स इत्थमत्युत्पन्न कर्णबाणैः भ्रातुः पुरो ममंसु ताडितोऽपि स्वयं धनुर्धारि निधाय मायाम् गतव्यतून्द्या दुर्मानज्ञानः स निर्गत कौरव पुण्यलब्धो गजास्वया तीर्थपदपदानि अन्वाक्रमत् पुण्य चिकीर्षयोर्या स्वदिष्टितो यानि सहस्रमूर्तिः पुरेषु पुण्योपवनाद्रिकुञ्जेषु पंगतो येषु सरित्सरसु अनन्तलिङ्गैः समलङ्कृतेषु चचार तीर्था यतनेष्व अनन्यः गां पर्यटन्मेद्य विविक्तवृत्तिः सदा क्लुतो शयनो अवधूतः अलक्षितः स्वैरवधूतवेषो व्रतानि चेरे हरितोषणानि इत्थं व्रजन् भारतमेव वर्षं कालेन यावत् गतवान् प्रभासं तावच्च सास क्षितिमेकचक्राम् एकातपत्राम् अजितेन पार्थः तत्रात सुस्राव सुहृद्विनिष्टिं वनं यथा വേണുജ 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 വന്നി സംശ്രയം. संश्रयम् संस्पर्धया दग्धमतानुशोचन् सरस्वतीं प्रत्यगियाय तूष्णीं तस्यां त्रिसस्योषित् मनोश्च पृथोरताग्ने सितस्य वायोः तीर्थसुदासस्य गवां गुहस्य यच्छात् देवस्य स आशिषेवे अन्यानि चेह द्विजिदेव देवैः कृतानि नानानयतानि विष्णोः प्रत्यङ्मुखाङ्कित मन्दिराणि यद्दर्शनात् कृष्णम् अनुस्मरन्ति ततस्तीव्रस्य सुराष्ट्रं वृद्धं सौवीरमत्स्यान् पुरुजाङ्गलांश्च कालेन तावत् यमुनामुपेत्य तत्रोद्धवं भागवतं ददर्श. ഓക്കെ ഓക്കെ. Thank you. Hari Om. ഹരി ഓം ഹരി ഓം. Hari Om teacher, Hari Om Anjali, thank you so much. No, just a minute. Samapanam is remaining. Teacher. Hari Om. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ഓം ശ്രീ ജയ ജയ ഭാഗവത കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ ഇതി സമർപ്പയാമി. ഓം തസ്സേ കൃഷ്ണാർപ്പണമസ്തു. അടുത്ത ആഴ്ച ബുധനാഴ്ച തന്നെയാണ് ക്ലാസ്. അടുത്ത ആഴ്ച Monday holiday ആണ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. Hari Om teacher, happy Diwali. Hari Om teacher, happy Diwali to all. Please, another time, please. Together we won't be able to hear it. Mangala Mami, you may please end the YouTube stream. Mangala Mami, you may please end the YouTube stream. Okay? And happy Diwali to you all. Happy എല്ലാവരും ഒരുമിച്ച് തന്നെ ഇവിടെ എല്ലാവർക്കും happy Diwali. നമസ്കാരം. Teacher will say, Mangala Mami, when you can end this session, okay? Yeah. Very namaskar. Happy Diwali. Thanks a lot, Mangala Mami. Yeah. And teacher will tell you. Happy journey. Happy journey. Same to you. I'm going only next week. Yeah. Thank you. That too only if my tickets get. Okay. Bye bye.
ஆ നിങ്ങൾ യൂട്യൂബ് ஆல்ரெடி ஆன் பண்ணியாச்சு இல்லையா? யூடியூப் அப்புறம் இந்த எல்லாரும் ஹரியோம் சொல்லறதுக்குள்ள இல்லையா? அப்போ நீங்க அதுக்கு முன்னாலே யூடியூப் ஆஃப் பண்ணணும். சோ தட் எல்லாம் இந்த கலபல அதுல வராது. அப்புறம் டீச்சர் சொல்லி பள்ளிதான் எண்ட் பண்ணது. படிச்சோ எனக்கு ரொம்ப நல்லா മകളെ മനസ്സിലാക്കിയോ? பண்ணிருக்கேன். അത് അപ്പൊ ബുധനാഴ്ച വ്യാഴാഴ്ചയാണ് രജനി പോകുന്നത്. അപ്പൊ നമുക്ക് ബുധനാഴ്ച വെച്ച് കഴിഞ്ഞാല് രജനി ഇരിക്കുമ്പോ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇപ്പൊ 2 ക്ലാസ് പിന്നെ മാമി സെറ്റാക്കി. நீங்க கிளாஸ்க்கு கொஞ்ச நேரம் முன்னால வந்து அந்த வாட்ஸ்அப் செட்டிங்ஸ் திறக்கலாம் 3 மணிக்கு. சோ உங்களுக்கு ஏதாவது ப்ராப்ளம் உண்டு செய்யறதுலன்னா அப்ப டைரக்ட் அவ குரூப்ல பண்ணிப்பா. சில பேருக்கு പക്ഷെ എനിക്ക് മാമി അത് യൂട്യൂബ് ചാർജ് തുടങ്ങിയത് കാണുന്നില്ല. അല്ലെങ്കിൽ രജനി ചെയ്യുമ്പോ പബ്ലിക് എന്ന് പറഞ്ഞിട്ട് കാണും. പബ്ലിക് സ്ട്രീമിംഗ് അത് ടീച്ചർ എന്തിനാ കാരണംനാ ബിക്കോസ് ഇവിടെ ജിമീറ്റിൽ അത് ലിങ്ക്ഡ് ആയിട്ടില്ല. ജിമീറ്റില് തന്നെ യൂട്യൂബ് സ്ട്രീമിംഗ് അങ്ങനെയല്ല. അവർ വേറെ സോഫ്റ്റ്വെയർ വർത്തിച്ച് അത് പാരലൽ യൂട്യൂബ് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാവരും കമ്പാനിയൻ മോഡാ ഇല്ലേ? അതിൽ തന്നെ അഡ്വാൻറ്റേജ് ബിക്കോസ് ചിലവരില്ലേ കമ്പാനിയൻ எல்லாரும் ஒன்னிச்சு அட்மிட் பண்ண விடலாமே. அப்போ உங்களுக்கு ஒரு ஒருத்தரா பண்ணேண்டி வராது இல்லையா? அதனால அந்த செட்டிங்ஸ் இருக்கு ஜிமீட்லயே. இதுல என்ன ஆகுதுன்னா ஆளுகள் பின்ன கன்ஃபியூஸ் ஆறா ஆஸ்க் டு ஜாயின் பண்ணணுமா இல்ல கம்பெனி இல்ல அவ ஆஸ்க் டு ஜாயின் செலக்ட் பண்ணிருக்கா. சோ அதனால அவளுக்கு இங்க சேர்ந்த மாதிரி உள்ள எக்ஸ்பீரியன்ஸ் வந்துட்டல. அதனால சோ நீங்க அது கம்பெனி மோட மாத்தி விட்டீங்கன்னாக்கா நார்மல் வேல ஜாயின் பண்ணிக்கலாம் எல்லாருக்கும். ஓகே ஓகே தேங்க்ஸ். ഓക്കെ ഹരിയോം ടീച്ചർ. ഹരിയോം ടീച്ചർ. അപ്പൊ മകളെ മമ്മി ഹരിയോം ടീച്ചർ. நீங்க ரெடி பண்ணிங்கோ. ആ ഹരിയോം